قال فبما أغويتني لأقعدن لهم صراطك المستقيم. അല്ലാഹുവേ, നീ എന്നെ ഇവിടെ വെച്ചുകൊണ്ട് ഇറക്കി വിട്ടാൽ നീ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ സാവകാശം ചെയ്യലുകൊണ്ട് ഞാൻ നിന്നോട് ശപഥം ചെയ്തു പറയുന്നു, ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. മനുഷ്യർ അവർ ഈ ഭൂമി ലോകത്ത് എവിടെയിരുന്നാലും അവർ നന്മ ചെയ്യാൻ ഞാൻ അവരെ സമ്മതിക്കുകയില്ല. അവർ പോകുന്ന മുഴുവൻ വേളകളിലും അവരുടെ വഴികളിലും മുഴുവനും ഋജുവായ നേരായ മാർഗങ്ങളിൽ മുഴുവനും ഞാൻ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പതുങ്ങിയിരിക്കുക തന്നെ ചെയ്യും. ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. ഋജുവായ പാതയിലേക്ക്, സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് ആരെങ്കിലും കാലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ ജനതയെ മുഴുവനും വഴിപറ്റിക്കാൻ വേണ്ടി ഞാൻ അവരുടെ വഴി തടസ്സമായി നിലകൊള്ളുമെന്ന് ശൈത്വാൻ. എന്നിട്ടോ അവൻ വീണ്ടും പറയുകയാണ്, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. അല്ലാഹുവേ, ഞാൻ അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും നിലകൊള്ളും. ثُمَّ لَآتِيَنَّهُمْ, ഞാൻ ആ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലെത്തും. എന്തിനു വേണ്ടി? അവരെ വഴിവിടപ്പിക്കാൻ, അവരെ നാശപ്പെടുത്താൻ. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുൻഭാഗത്തിലൂടെയും, വമിൻ ഖൽഫിഹിം, അവരുടെ പിൻഭാഗത്തിലൂടെയും, വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ വലതുഭാഗത്തിലൂടെയും അവരുടെ ഇടതുഭാഗത്തിലൂടെയും. അവർക്ക് ഒരു വിലയ്ക്കും അവർ നന്മയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും വലതുഭാഗത്തും ഇടതുഭാഗത്തുമെല്ലാം ഞാൻ തമ്പടിക്കുക തന്നെയും. ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അവരുടെ ഋജുവായ പാതയിലേക്ക്, സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് അവരെ വഴി നടത്താൻ ഞാൻ സമ്മതിക്കുകയില്ല റബ്ബേ. അവർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ കലാമാണിത്, ശൈത്താനിന്റെ വചനം. അല്ലാഹു അവന്റെ ഖുർആനിലൂടെ വളരെ സവിസ്തരം വ്യക്തമാക്കുന്നു. വലാ തജിദു അക്സറഹും ശാകിരീൻ. അങ്ങനെ ആ മനുഷ്യ സമൂഹം നിന്നോട് നന്ദിയുള്ളവർ ആകുകയില്ല. അവരിൽ അധിക സമൂഹവും നിന്നോട് നന്ദിയുള്ളവരാകുകയില്ല. വളരെ കുറച്ച് ആബിദുകൾ, ഔലിയാക്കൾ, മുത്തഖീങ്ങൾ, അംബിയാക്കൾ, സാത്വികരായ ഉലമാക്കൾ ഒഴികെ ബാക്കിയുള്ള ഒരാളെയും നീ എത്തിക്കുകയില്ല. നന്ദിയുള്ളവരായി ആരെയും നീ തന്നെ എത്തിക്കുകയില്ല. മനുഷ്യകുലത്തോട് ആദ്യമായി പിശാച് ചെയ്ത വസ്വാസു, ദുർബോധനം ഇനിയാണ്. അവനാദ്യമായി ദുർബോധനം നടത്തിയത് തന്റെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ കാരണക്കാരനായ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക. അതാണ് അവന്റെ ഒന്നാമത്തെ ലക്ഷ്യം. സ്വർഗത്തിൽ വളരെ സുഖമാനായി കഴിഞ്ഞിരുന്ന ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ കാരണം ആദം നബി അലൈഹിസ്സലാം ആണല്ലോ. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണല്ലോ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യണോ എന്ന് ചോദിച്ച് അഹങ്കരിച്ചപ്പോൾ അവന് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു നിഷ്കാസനം ചെയ്തുവത്രേ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനോട് വല്ലാത്ത ഈർഷ്യത, വല്ലാത്ത ദേഷ്യം. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം. സ്വർഗത്തിൽ ഒരു സീക്രട്ട് ശൈത്താൻ മനസ്സിലാക്കി വെച്ചിരുന്നു. എന്താണത്? ഒരു രഹസ്യം. സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികൾ അവരുടെ വസ്ത്രം ഉരിഞ്ഞുപെട്ടാൽ, വിവസ്ത്രരായാൽ സ്വർഗത്തിൽ നിന്നു പുറത്താക്കുമെന്നുള്ള സത്യം. ആ സത്യം ഇബ്ലീസ് സ്വർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയിൽ നിന്നും ഹവ്വാ എന്ന നമ്മുടെ ഉമ്മയെ സൃഷ്ടിച്ചു.
അവർ രണ്ടുപേരും സ്വർഗത്തിൽ സുഖത്തോടുകൂടി കഴിയുമ്പോൾ അല്ലാഹു തആല അവരോട് പറഞ്ഞു അത്രേ വലാ തഖറബാ ഹാദിഹി الشجرة ഫതകൂനാ മിനൽ-ളാലിമീൻ. ഈ കാണുന്ന മരത്തിലേക്ക് ഇതിന്റെ കായ്കനികൾ ഭക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ അടുക്കരുതേ. ഇതിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ രണ്ടുപേരും വന്നു പോകരുതേ. ഫതകൂനാ, എന്നാൽ അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുമാകും മിനൽ-ളാലിമീൻ, അക്രമികളിൽപ്പെട്ടവരായി തീരും. അഥവാ ഒരു വസ്തു അതിന്റെ സ്ഥാനത്തല്ലാതെ ചെയ്യുന്നതിന് അക്രമം ചെയ്യുക എന്ന അർത്ഥത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് തെറ്റ് പ്രവർത്തിച്ചവരായി തീരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനോടും നമ്മുടെ ഉമ്മ ഹവ്വാ ബീവിയോടും കൊടുത്ത പ്രഥമമായ ഉപദേശം, ആ ഉപദേശം തള്ളിക്കളയുവാൻ, ആ ഉപദേശം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിമറിക്കുവാൻ വേണ്ടി ശൈത്താൻ അവരിലേക്ക് ദുർബോധനത്തിന്റെ മന്ത്രവുമായി ചെല്ലുന്നു. വിശുദ്ധ ഖുർആൻ അക്കാര്യം വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നു. സൂറത്തുൽ അഅറാഫിന്റെ വരികളിലൂടെ ഫവസ്വസ ലഹുമശ് ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ ഫവസ്വസ ലഹുമശ് ശൈത്താൻ. ആദമിനോടും ഹവ്വയോടും പ്രഥമ ഉമ്മയോടും ഉപ്പയോടും ആദ്യമായി ശൈത്താൻ ദുർബോധനം നടത്തുകയാണ്. ലിയുബ്ദിയ ലഹുമാ, എന്തിനു വേണ്ടിയാണ് അവന്റെ ദുർബോധനം? ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, അവരുടെ നാണം മറയ്ക്കാൻ വേണ്ടി, അവരുപയോഗിച്ചിരുന്ന വസ്ത്രം വെളിപ്പെടുത്തുവാൻ വേണ്ടി. ആദ്യമായി വസ്ത്രത്തിന്റെ ഉരിയൽ നടക്കുന്ന രംഗം, ആദ്യമായി മനുഷ്യൻ വിവസ്ത്രരാകുന്ന രംഗം ഇവിടെയാണ്. ദുർബോധനം നടത്തുകയാണ് ശൈത്താൻ. ഫവസ്വസ ലഹുമശ് ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, അവര് രണ്ടാളും നാണം മറച്ചിരുന്ന അവരുടെ വസ്ത്രം വെളിപ്പെടുത്തുവാൻ വേണ്ടി ദുർബോധനം നടത്തി ശൈത്താൻ. ആ ദുർബോധനത്തിന് അവർ വഴിപ്പെടേണ്ടി വന്നു. അവസാനം വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി الشجറ ഇല്ലാ അൻ തകൂനാ മലക്കൈൻ. അവന്റെ ദുർബോധനത്തിന്റെ വഴികൾ ഇപ്രകാരമത്രേ. എന്താണത്? ശൈത്താൻ ദുർബോധനം നടത്തുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും അല്ലാഹു ഈ കാണുന്ന മരത്തിനെ തൊട്ട് വിലക്കിയില്ല, അതിന്റെ കായ്കനികൾ കഴിക്കരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്നറിയണ്ടയോ നിങ്ങൾക്ക്? ശൈത്താൻ അവരെ പാഠം പഠിപ്പിക്കുകയാണ്, അവരെ കളിപ്പിക്കുക. എന്തിനു വേണ്ടി? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ വിവസ്ത്രരായവർക്കേ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കൂ, വസ്ത്രം ഉരിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ ശൈത്താൻ പഠിച്ചു വെച്ചിരുന്നു സ്വർഗത്തിൽ കഴിഞ്ഞ സമയത്ത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആദമിനോടും ഹവ്വയോടും വിലക്കിയതായ കായ്കനികൾ കഴിക്കാൻ വേണ്ടി അവർക്ക് ഉപദേശം നൽകുകയാണ്, നിർദ്ദേശിക്കുകയാണ് ശൈത്താൻ. വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി الشجറ ഇല്ലാ അൻ തകൂനാ മലക്കൈൻ. നിങ്ങളെ രണ്ടാളെയും, ആദമേ ഹവ്വയെ, നിങ്ങൾ രണ്ടാളെയും അല്ലാഹു തആല ഈ കാണുന്ന മരത്തിൽ നിന്ന് കഴിക്കരുത്, ഇതിന്റെ കായ്കനികൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയത് മറ്റൊന്നുമല്ല കേട്ടോ. ഇല്ലാ അൻ തകൂനാ മലക്കൈൻ, നിങ്ങൾ മലക്കിന്റെ പദവിയിലേക്ക് അല്ലാഹുവിനെ സ്ഥിരമായി ആരാധിക്കുന്ന, അല്ലാഹുവിനെ സ്ഥിരമായി ഇബാദത്ത് ചെയ്യുന്ന, അല്ലാഹുവിനെ സ്ഥിരമായി വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ ഉയരാതിരിക്കാൻ വേണ്ടിയാണത്രേ അല്ലാഹു തആല നിങ്ങളോട് ഇത്തരത്തിലുള്ള പറഞ്ഞത് എന്ന് ശൈത്താൻ അവർക്ക് ദുർബോധനം നടത്തി. ഫവസ്വസ ലഹുമശ് ശൈത്താൻ, ശൈത്താൻ അവരിലേക്ക് ദുർബോധനം നടത്തുകയാണ്. ഈ പഴത്തിൽ നിന്ന്, ഈ കായ്കനികളിൽ നിന്ന് നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ രാജാക്കന്മാരാകാതിരിക്കാൻ വേണ്ടിയാണ്.
ഇതൊരു മറ്റൊരു ഖിറാഅത്തിൽ വഫീ ഖിറാഅത്തിൻ മലിക്കൈനി, മറ്റൊരു ഖിറാഅത്തിൽ മറ്റൊരു ഓത്തിൽ ഉണ്ട് മലിക്കൈനി, നിങ്ങൾ രണ്ടുപേരും രാജാക്കന്മാരെ പോലെ കഴിയാതിരിക്കാൻ വേണ്ടിയാണ്. വതഫിഖാ ഔ തകൂനാ മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ശാശ്വതരാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കുന്നതിനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും വലിയ മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ അല്ലാഹു ആണ് നിങ്ങൾക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ രണ്ട് മരത്തിലെ കായ്കനികൾ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരും മലക്കിന്റെ പദവിയിലേക്ക് ഉയരും, അല്ലെങ്കിൽ നിങ്ങൾ വലിയ രണ്ടുപേരും നല്ല രാജ്ഞിയും രാജാവുമായി കഴിയാം, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ എന്നെന്നും ശാശ്വതരായി കഴിയാമെന്ന് പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും അപ്പോഴും സംശയമാണ്. ശൈത്താനാണല്ലോ വന്നിരിക്കുന്നത്, ദുർബോധനം നടത്തുകയാണ്. അവൻ വീണ്ടും സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു അത്രേ, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. അവർ രണ്ടാളോടും അവൻ വീണ്ടും സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ നിശ്ചയം സതുപദേശം ചെയ്യുന്നവരിൽ പെട്ടവനാണ്, നിങ്ങൾക്ക് രണ്ടാൾക്കും ഉപദേശം നൽകുന്നവനാണ്. ഞാൻ സത്യമാ പറയുന്നു, നിങ്ങൾ ഇത് കഴിച്ചേ പറ്റൂ. കഴിച്ചാൽ നിങ്ങൾ വലിയ രാജാക്കന്മാരാകും, അല്ലെങ്കിൽ വലിയ മാലാഖമാരുടെ പദവിയിലേക്ക് ദറജയിലേക്ക് നിങ്ങൾ ഉയരും. ആ ചതിയിൽ അവർ പെട്ടുപോയത്രേ. ആദമും ഹവ്വയും നമ്മുടെ പ്രഥമ ഉമ്മയും ഉപ്പയും ആ ചതിയിൽ പെട്ടുപോയി, വാചകത്തിൽ കുടുങ്ങിപ്പോയി അത്രേ. ശാശ്വതമായി അവിടെ താമസിക്കാമെന്നുള്ള കൊതി, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്താൻ, ആ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിനെ അവർ വെറുത്തുകൊണ്ട് അവർ രണ്ടുപേരും അതിൽ നിന്ന് കഴിച്ചു. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, ഫദല്ലാഹുമാ ബിഗുറൂർ, വഞ്ചന കൊണ്ടവർക്ക് രണ്ടുപേർക്കും അറിയിച്ചു കൊടുത്തു ശൈത്താൻ കുതന്ത്രം പ്രയോഗിച്ചു. ഫലമ്മാ ദാഖശ്ശജറാ ബദത് ലഹുമാ സൗആതുഹുമാ, അവർ വൃക്ഷത്തിൽ നിന്ന് കായ്കനികൾ കഴിച്ചപ്പോൾ, അതിന്റെ രുചി അങ്ങോട്ട് വായിലേക്ക് വെച്ചപ്പോൾ, മറ്റ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവർ കഴിച്ചില്ല, തൊള്ളയിലേക്ക് വന്നപ്പോൾ, ആ മരത്തിലെ കായ്കനികൾ അവർ ഒന്ന് രുചിച്ചതേയുള്ളൂ. അവരുടേതായ വസ്ത്രം വെളിവായി പോയി, നഗ്നത വെളിവായി. അവരുടെ നഗ്നത വെളിവായി പോയി. നഗ്നത പ്രദർശിച്ചു അവർ രണ്ടുപേരും വിവസ്ത്രരായി. يخصفان عليهما من ورق الجنة, അവർ ഉടനെ തന്നെ രണ്ടാളും കൂടി അവർ ആ സ്വർഗത്തിലേതായ ഇലകൾ പറിച്ചുകൊണ്ട് അവരുടെ നാണം മറയ്ക്കുകയാണ്. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിലേതായ ഇലകൾ പറിച്ചുകൊണ്ട് അവരുടെ നാണം മറയ്ക്കുകയാണ് വിവസ്ത്രരായ ആദമും ഹവ്വയും. പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കാൻ വേണ്ടി അവരോട് പറയുന്നു, അലം അൻഹകുമാ അൻ തിൽകുമശ്ശജറാ വഅഖുൽ ലകുമാ ഇന്നശ്ശൈത്വാന ലകുമാ അദുവ്വും മുബീൻ. അലം അൻഹകുമാ, നിങ്ങൾ രണ്ടാളോടും ഞാൻ നിരോധിച്ചിരുന്നതല്ലയോ, രോദനം ഏർപ്പെടുത്തിയിരുന്നതല്ലയോ? അൻതിൽകുമശ്ശജറ, ആ കാണുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ കായ്കനികൾ കഴിക്കരുത് എന്ന് നിങ്ങളോട് വിലക്കിയിരുന്നതല്ലയോ? പിന്നെന്തിനാണ് നിങ്ങൾ കഴിച്ചത്? വഅഖുൽ ലകുമാ ഇന്നശ്ശൈത്വാന ലകുമാ അദുവ്വും
മുബീൻ. നിങ്ങൾ രണ്ടാളോടും ശൈത്താൻ നിങ്ങൾക്ക് വഴിപിഴപ്പിക്കുന്നവനാണ്. അവൻ നിങ്ങളെ നൽമാർഗത്തിലേക്ക് സത്യപാന്താവിലേക്ക് നടത്താത്തവനാണ്. അവൻ നിങ്ങൾക്ക് ദുർബോധനം നടത്തുന്നവനാണ് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വാണിംഗ് നൽകിയില്ലായിരുന്നോ? നിങ്ങൾക്ക് രണ്ടാളുകൾക്കും ഞാൻ കൽപ്പന നൽകിയിരുന്നില്ലയോ, ഓർമ്മപ്പെടുത്തിയിരുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഇനി സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുക. ഭൂമി ലോകത്തേക്ക് ആദമിനെയും ഹവ്വയെയും അല്ലാഹു തആല ഇറക്കിവിടാനുള്ള പ്രഥമമായ കാരണം അവർ വസ്ത്രം മുറിയപ്പെട്ടതുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരുടെ ശ്രദ്ധ ഇവിടേക്കാണ് ഞാൻ ശ്രമിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. ഒരു സെക്കൻഡിൽ സ്വർഗത്തിൽ വെച്ച് വസ്ത്രം മുറിയപ്പെട്ടപ്പോൾ സ്വർഗത്തിന്റെ സകല അനുഭൂതികളിൽ നിന്നും അല്ലാഹു തആല ആദമിനെയും ഹവ്വയെയും മാറ്റി നിർത്തി ഭൂമി ലോകത്തേക്ക് ഇറക്കിവിട്ടെങ്കിൽ 99% ജനങ്ങൾ മുസ്ലിമീങ്ങളായ നമ്മൾ തന്നെ വിവസ്ത്രരായി നടക്കുന്ന നമ്മളുടെ അവസ്ഥ എത്രമാത്രം ഖേദകരമായിരിക്കുമെന്ന് ഓർമ്മിക്കുക. ഒരൊറ്റ സെക്കൻഡിൽ വിവസ്ത്രരായ ആദമിനെയും ഹവ്വയെയും നമ്മളുടെ പ്രഥമ ഉമ്മയെയും ഉപ്പയെയും ഏറ്റവും വലിയ സുഖത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തുവെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ്? ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമ്മൾ, സത്യവിശ്വാസികളായ നമ്മൾ, പൂർണ്ണമായി അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടും അവന്റെ മഹിതമായ ദർശനങ്ങളെ പുൽകിക്കൊണ്ടും വസ്ത്രങ്ങളിൽ പൂർണ്ണമായ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യേണ്ട നമ്മൾ വിവസ്ത്രരായി നടക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. വസ്ത്രം എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? വസ്ത്രം എന്തിനു വേണ്ടിയുള്ളതാണ്? വിശുദ്ധ ഖുർആൻ അതും പറഞ്ഞു തരുന്നു. യാ ബനീ ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ. ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, അല്ലാഹു നിങ്ങളുടെ മേൽ വസ്ത്രമിറക്കിയിരിക്കുന്നത് യുവാരി സൗആതികും വരീശാ. വസ്ത്രം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് 3 കാര്യത്തിന് വേണ്ടിയാണ്. 3ആയിട്ടാണ് വസ്ത്രത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. 3 വസ്ത്രം ഏതൊക്കെയാണത്? യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ നാണം മറയ്ക്കാൻ വേണ്ടിയാണ്. വരീശാ, രണ്ടാമത്തത് നിങ്ങൾക്ക് പക്ഷികൾക്ക് തൂവൽ അലങ്കാരമായതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രം അലങ്കാരമായി ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഒന്നാമത്തത് നാണം മറയ്ക്കാൻ വേണ്ടിയാണ് വസ്ത്രം, മറ്റൊന്ന് അലങ്കാരത്തിന് വേണ്ടിയാണെന്ന് ഖുർആൻ. മൂന്നാമത്തത് അല്ലാഹു തആല ഈ 2 വസ്ത്രങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, വലിബാസുത് തഖ്വാ ദാലിക ഖൈർ, വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രം, മതഭക്തിയുള്ള വസ്ത്രം, അല്ലാഹുവിനെ സൂക്ഷിച്ചതുള്ള വസ്ത്രം, അതേ പർദ പോലത്തെ വസ്ത്രമാണ് മുഅ്മിനായ മനുഷ്യന് വേണ്ടുന്നത്. മുഅ്മിനായ സ്ത്രീക്ക് വളരെ അത്യന്താപേക്ഷിതമായ വസ്ത്രം അത് പർദയല്ലാതെ മറ്റൊന്നുമില്ല. അത് തഖ്വയുടെ വസ്ത്രമാണ്, അത് മതഭക്തിയുള്ളതിന്റെ വസ്ത്രമാണ്. വലിബാസുത് തഖ്വാ, തഖ്വയുള്ള വസ്ത്രം അത് ദാലിക ഖൈർ, അത് ഏറ്റവും ഉത്തമമായ വസ്ത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ. വസ്ത്രം എപ്പോഴും നന്നായിരിക്കണം, അലങ്കാരമുള്ളതായിരിക്കണം, നല്ല പ്രൗഢിയുള്ളതായിരിക്കണം. ചില ആളുകൾ മനസ്സിലാക്കുന്നത് പോലെയല്ല കാര്യം. വസ്ത്രത്തിൽ വലിയ കണിശതയൊന്നും പുലർത്താതെ മോശം വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കലാണ് സൂഫിസം എന്ന് കരുതിയവർക്ക് തെറ്റി. അതാണ് നല്ലത് എന്ന് കരുതിയവർ തെറ്റി. അലിമീങ്ങളും ഉസ്താദുമാരും അവർ തേച്ചു മടക്കിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഇത് അഹങ്കാരത്തിന്റെയാണ്, ഇത് പ്രൗഢി കാണിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കലല്ല, മറിച്ച് വസ്ത്രം അലങ്കാരത്തിന് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. വരീശൻ വിശുദ്ധ ഖുർആൻ തന്നെയാണ് പറയുന്നത് അലങ്കാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ തേച്ചുകൊണ്ട് നല്ല വസ്ത്രം ഭരിച്ചു കിടക്കൽ അത് മുഅ്മിനിന്റെ അടയാളമാണ്.
ഒരിക്കലും മോശപ്പെട്ട വസ്ത്രം ധരിച്ചു നടക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല, വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത്തരത്തിലൊരു കുടുസായ മതമല്ല വിശുദ്ധ ഇസ്ലാം. മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുക, ആ രീതിയിൽ തന്നെ അവന്റെ ജീവിതം മുഴുവനും അവന്റെ നിഖില മേഖലകളും കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ല മനുഷ്യന് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് അല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെത്. പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതാണ് തസവൂഫിന്റെ മേഖല എന്ന് മരിച്ചവർക്ക് തെറ്റുപറ്റി. നല്ല വസ്ത്രവും അത് മുഅ്മിനിന്റെ അടയാളമാണ്. അബുൽ അഹ്വസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ദൂതർ എന്നെ കണ്ടു. അബുൽ അഹ്വസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കണ്ടു. ഏത് നിലയിൽ? ഫറആനി അലയ്യ സൗബുൻ ദൂൻ, എന്റെ ശരീരത്തിന്മേൽ വളരെ മുഷിഞ്ഞതായ ഒരു വസ്ത്രമുണ്ട്. ഫഖുൽതു, അല്ലാഹുവിന്റെ റസൂൽ ഫഖുൽതു ലി, എന്നോട് ചോദിച്ചു, അലകമാൽ, അലകമാൽ, നിനക്ക് സമ്പത്തില്ലയോ, നിനക്ക് ധനമില്ലയോ, നിനക്ക് ധാരാളം സമ്പത്തുണ്ടെന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് സമ്പത്തില്ലയോ, നീ പണക്കാരനല്ലയോ, നീ ധനാഢ്യനല്ലയോ? ഉടനെ തന്നെ അദ്ദേഹം മറുപടി കൊടുത്തു, അത്രേ, ഫഖുൽതു, ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനോട്. അബുൽ അഹ്വസിന്റെ പിതാവ് പറയുകയാണ്, ഞാൻ മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് പ്രവാചകന്റെ സവിധത്തിലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അത്രേ, നിനക്ക് ധനമില്ലയോ, പണമില്ലയോ, നീ പണക്കാരനല്ലയോ? മറുപടി പറഞ്ഞു, അതെ, ഞാൻ പണക്കാരനാണ്. ഫഖുൽതു യാ റസൂലല്ലാഹ് മിൻ കുല്ലിൽ മാൽ, എല്ലാ നിലക്കും എനിക്ക് വസ്ത്രമുണ്ട്, എല്ലാ നിലക്കും ഞാൻ പണക്കാരനാണ്, എല്ലാ നിലക്കും ഞാൻ പണക്കാരനാണ്. മിനൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വറഖീഖ്, എനിക്ക് ആടുമാട് ഒട്ടകങ്ങളുണ്ട്, എനിക്ക് ധാരാളം അടിമകളുണ്ട്, ഞാൻ വലിയ യജമാനനാണ്, ഞാൻ വലിയ ധനികനാണ്, ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയ പണക്കാരനാണ്, എനിക്ക് നല്ല കാശുണ്ട്. പക്ഷേ ഞാൻ വസ്ത്രം, ഈ മുഷിഞ്ഞ വസ്ത്രം ഇട്ട് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, അത്രേ, ഫഖാൽ, മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന മുഅ്മിനീങ്ങളെ, പണമുണ്ടെങ്കിൽ ആ പണത്തിന്റെ തോതനുസരിച്ചു കൊണ്ടുള്ള വസ്ത്രം നമ്മൾ അണിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകന്റെ അധ്യാപനമാണിത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഭാഗം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്രേ, ഫഖാൽ ഇദാ അതാകല്ലാഹു മാലാ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി ഇന്നല്ലാഹ തആല, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്, യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, അവന്റെ അടിമയുടെ മേൽ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് സമ്പത്ത്, ധനമെന്ന് പറയുന്നത്. നിനക്ക് ധാരാളം സമ്പത്തുണ്ട്, നീ ഒട്ടകമുണ്ട്, നിനക്ക് ഒട്ടകമുണ്ട്, ധാരാളം ഒട്ടകങ്ങളുണ്ട്, നിനക്ക് കുതിരകളുണ്ട്, നിനക്ക് ധാരാളം പറാവുകാരുണ്ട്, നിനക്ക് ധാരാളം അടിമകളുണ്ട്, എല്ലാ നിലക്കും യജമാനനായി കഴിയുന്ന നീ, അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ സമ്പത്തിന്റെയും അടിമയായ, ഉടമയായ വ്യക്തിയായ നീ, അവന്റെ അടിമകൾപ്പെട്ടവനായ നീ, അവൻ നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ, അവന്റെ അനുഗ്രഹങ്ങൾക്ക് നീ നന്ദിയുള്ള അടിമയാകാൻ നീ വളരെ ബന്ധപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പഠനമാണ് അബുൽ അഹ്വസിന്റെ പിതാവിനോട്. സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് പറയുമ്പോ വളരെ വ്യക്തമായി പറയേണ്ട ചില ഭാഗങ്ങളുണ്ട്. എല്ലാവരുടെയും മുന്നിൽ സ്ത്രീകളുടെ ഔറത്ത്, അവരുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അതിന്റെ വരികളിൽ ഒരൊറ്റ വരി മാത്രം എടുത്തുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വലാ യുബ്ദീന സീനതഹുൻ, സ്ത്രീകളുടെ വസ്ത്രം, അവരുടെ പ്രൗഢിയും അവരുടെ സീനത്തും അവരുടേതായ അലങ്കാരവും അവരുടേതായ അംഗലാവണ്യവും സർവ്വതും അവർ വെളിപ്പെടുത്താൻ പാടില്ല. ഇല്ലാ ലിബുലതിഹിൻ,
അവരുടെ ഭർത്താവിന്റെ മുന്നിലല്ലാതെ. അങ്ങനെ ഖുർആൻ ചില ആൾക്കാരെ മാത്രം അവിടെ എണ്ണി പറയുന്നുണ്ട്. പ്രഥമമായിട്ടും സ്ത്രീകൾ അവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വെളിപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഭർത്താവിന്റെ മുന്നിൽ മാത്രമാകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. സ്ത്രീകൾ അവരുടെ ഭർത്താവിന്റെ മുന്നിലല്ലാതെ അവരുടെ ഔറത്ത്, അവളുടെ നഗ്നത വെളിവാക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. പൊതുവെ ചില സ്ത്രീകൾക്ക് ധാരണയുണ്ട്. എന്താണത്? പുരുഷന്മാർ തങ്ങളെ ദർശിക്കൽ വലിയ തെറ്റാണ്, വലിയ പാപമാണ്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്ര പേരെങ്കിലും കാണാം. പൊതുവെ ഒരു തെറ്റിദ്ധാരണയാണ്. പുരുഷന്മാർക്ക് ഇങ്ങോട്ട് ദർശിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് എത്ര പുരുഷന്മാരെ വേണമെങ്കിലും അങ്ങോട്ട് കാണാം. ഇത് കേവലം ഒരു ധാരണയാണ്, തെറ്റിദ്ധാരണ മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സവിധത്തിൽ അവിടുത്തെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുന്നു. ഉമ്മു സലമ ബീവി തങ്ങൾ തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, കുന്തു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ വഇൻദഹു മൈമൂന, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ ഞാനുണ്ട്. ആര് പറയാണ്? ഉമ്മു സലമ ബീവി പറയുന്നു. വഇൻദഹു മൈമൂന, പ്രവാചകന്റെ സവിധത്തിൽ മറ്റൊരു ഭാര്യയുമുണ്ട്, അത് മൈമൂന ബീവിയാണ്. فأقبل ابن أم مكتوم, അപ്പോൾ ആ സദസ്സിലേക്ക് അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം കടന്നു വന്നു. അന്ധനായ ഒരു സഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായി, ഒരു അനുചരൻ ആ സദസ്സിലേക്ക്, വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലും രണ്ട് ഭാര്യമാരും ഇരിക്കുകയാണ്. ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും ഇരിക്കുമ്പോ കണ്ണു കാണാത്ത ഒരു സഹാബി ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ അവരോട് പറയുന്നു, ഇഹ്തജിബാ മിൻഹു, നിങ്ങൾ രണ്ടാളും ഉടനെ തന്നെ മറയണം. ഇബ്നു ഉമ്മി മക്തൂമിനെ തൊട്ട് ഉടനെ തന്നെ മറയണം. ഇഹ്തജിബാ മിൻഹു, ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അകത്തേക്ക് പോകണം. ഇബ്നു ഉമ്മി മക്തൂം നിങ്ങളെ കാണാൻ പാടില്ല, നിങ്ങൾ അകത്തേക്ക് പോകണം. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, അലൈസ ഹുവ അഅ്മാ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂലേ, അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, അല്ലാഹുവിന്റെ ദൂതരെ, അവിടുത്തെ അനുയായിയാണ് ഇബ്നു ഉമ്മി മക്തൂം, അവിടുത്തെ സഹാബിയാണ്, അവിടുത്തെ അനുചരനാണ്, അവിടുത്തെ ശിഷ്യനാണ്. അതിനേക്കാൾ ഉപരി അന്ധനായ മനുഷ്യനാണല്ലോ അദ്ദേഹം. അലൈസ ഹുവ അഅ്മാ, അന്ധനായ ഇബ്നു ഉമ്മി മക്തൂമല്ലേ കടന്നു വരുന്നത്. ലാ യബ്സിറുനാ വലാ യഅരിഫുനാ, ഞങ്ങളെ അദ്ദേഹത്തെ കാണുകയില്ലല്ലോ, അദ്ദേഹം ഞങ്ങളെ ദർശിക്കുകയില്ലല്ലോ, കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലയോ. വലാ യഅരിഫുനാ, ഞങ്ങളെ അദ്ദേഹത്തിന് തിരിയുക പോലുമില്ലല്ലോ. കാരണം ഞങ്ങൾ ഇവിടെ അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തെ സവിധത്തിലിരിക്കലുകൊണ്ട് ആ കടന്നു വരുന്ന ഇബ്നു ഉമ്മി മക്തൂമിന് ഞങ്ങളെ തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ, കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലയോ ഇബ്നു ഉമ്മി മക്തൂം എന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ ഭാര്യമാരായ ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് കൊടുത്തൊരു മറുപടിയുണ്ട്. മണ്ണാറശാലയിലെ മുഴുവൻ സഹോദരിമാർക്കും അവരുടെ ഹൃദയത്തിൽ കാലവും സൂക്ഷിക്കേണ്ട പദമാണിത്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിച്ചു അത്രേ, അഫാം യാവാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി, അഫാം യാവാനി അൻതുമാ, നിങ്ങൾ രണ്ടാളും അന്ധതയുള്ളവരാണോ? നിങ്ങൾക്ക് രണ്ടാൾക്കും കണ്ണിന് കാഴ്ചയില്ലാത്തവരാണോ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടാളും
അദ്ദേഹത്തെ കാണുകയില്ലയോ? നിങ്ങൾ രണ്ടാളും സ്ത്രീകളല്ലയോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കാഴ്ചയുണ്ടല്ലോ. അള്ളാഹു നൽകിയ കണ്ണുവെച്ച് നിങ്ങൾ രണ്ടാളും അദ്ദേഹത്തെ കാണുകയില്ലയോ? നിങ്ങൾക്ക് കാഴ്ചയുണ്ട്, അദ്ദേഹത്തിന് കാഴ്ചയില്ലെങ്കിലും അദ്ദേഹം നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. വഖുല്ലിൽ മുഅ്മിനാത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫദ്ന ഫുറൂജഹുൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന് 23 സംവത്സരങ്ങൾ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കിയ പരിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ്. യാതൊരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും ലോകം അംഗീകരിക്കുന്ന ശാസ്ത്ര ലോകത്തിന്നും പഠിക്കാനും അവർക്ക് പഠിപ്പിക്കാനും ലോകത്തിന് ദർശനമായി ഇന്നും നിലകൊള്ളുന്ന ഗ്രന്ഥം, യാതൊരു തർക്കവുമില്ലാതെ കഴിയുന്ന ആ ഗ്രന്ഥത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. വഖുല്ലിൽ മുഅ്മിനാത്, പ്രവാചകരെ അവിടുന്ന് അവിടുത്തെ ഉമ്മത്തുകളോട്, മുഅ്മിനത്തുകളായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണം. യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, അവരുടെ കണ്ണിനെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, കണ്ണ് ചിമ്മിക്കൊള്ളട്ടെ, കണ്ണടച്ചു വെച്ചുകൊള്ളട്ടെ. അന്യരായ പുരുഷന്മാരെ ദർശിക്കുന്നതിൽ നിന്നും അവരെ നോക്കുന്നതിൽ നിന്നും അവരെ കാണുന്നതിൽ നിന്നും അന്യരായ പുരുഷന്മാർ അന്യ സ്ത്രീകളെ കാണാൻ പാടില്ലാത്തതുപോലെ തന്നെ അന്യ സ്ത്രീകൾ പുരുഷന്മാരെയും കാണാൻ പാടില്ല. വയഹ്ഫദ്ന ഫുറൂജഹുൻ, അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. ഹറാമായ മാർഗത്തിലൂടെ അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവർ ഉപയോഗിക്കാൻ പാടില്ല, അതിനെ തൊട്ടവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഒരു പെണ്ണിന്റെ മുടി പോലും പുറത്ത് കാണാൻ പാടില്ല എന്നാ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. അറിയുമോ നിങ്ങൾക്ക്? ലോകത്തിന്റെ വിവിധ ഭാവങ്ങളിൽ നിന്നും പുണ്യഗേഹം ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന സമയമാണിത്. ഒരുപക്ഷെ മണ്ണാറശാലയിൽ നിന്നും ചില സഹോദരിമാർ പോയിട്ടുണ്ടാകാം, ഉമ്മമാര് പോയിട്ടുണ്ടാകാം. മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഇമാം നവവി റഹിമഹുല്ലാ, ആരാണ് ഇമാം നവവി റഹിമഹുല്ലാ? വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണ്, തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താദിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയ മഹാനല്ലേ, മഹാനായ നവവി ഇമാം റഹിമഹുല്ലാ. അവിടുന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു അവിടുത്തെ മജ്മൂഇലൂടെ, ലൗ ലഹറത് ശഅറത്തും മിൻ ശഅറാതിഹാ, ഹജ്ജിന് പോകുന്ന ഉമ്മ അവരുടെ ശരീരത്തിൽ നിന്ന്, അവരുടെ തലമുടിയിൽ നിന്ന് ഒരു മുടിയെങ്ങാനും വെളിവായാൽ, ലൗ ശഅറത് ശഅറത്തും മിൻ ശഅറാതിഹാ, അവരുടെ മുടിയിൽ നിന്ന് ഒരു മുടിയെങ്ങാനും വെളിവായാൽ, വതാഫത് ബിൽ ബൈത്ത്, അവൾ പുണ്യഗേഹത്തിനു ചുറ്റും 7 വട്ടമൽ ഇഫാദത്തിന്റെ തവാഫ് ചെയ്താലും, പുണ്യമായ തവാഫ് ചെയ്താലും, നിർബന്ധമായ തവാഫ് ചെയ്തവൾ ചുറ്റി വന്നുകൊണ്ട് ഹജ്ജ് പൂർത്തിയായെന്ന് കരുതിയവൾ മടങ്ങുന്നുവെങ്കിൽ, ഉമ്മ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു മുടിയെങ്ങാനും നിങ്ങൾ വെളിവാക്കിക്കൊണ്ട് ആ തവാഫ് ചെയ്താൽ, റജഅത് ബിഗൈരി ഹജ്ജിൻ, റജഅത് ബിഗൈരി ഹജ്ജിൻ, ഹജ്ജിന്റെ പ്രതിഫലമില്ലാതെ മടങ്ങുന്നതാണ്, ഹജ്ജില്ലാതെ മടങ്ങുന്നതാണ്. ഹജ്ജിന്റെ പ്രതിഫലം അവൾക്ക് കിട്ടുകയില്ല. ആര് പറയുകയാണ്? കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പ്രഥമമായ ഇമാം നവവി റഹിമഹുല്ലാ. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു മുടി വെളിവാക്കിയാലുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞത്. ശരീരം മുഴുവനും സ്ത്രീകളുടെ ഔറത്താണ്. അൽ മർഅതു കുല്ലുഹാ ഔറാ, സ്ത്രീ അവളുടെ ശരീരം മുഴുവനും ഔറത്താണ്, ശരീരം മുഴുവനും നഗ്നതയാണ്, അവളുടെ ശരീരം മുഴുവനും മറയ്ക്കണം കേട്ടോ. അന്യപുരുഷരെ കാണുന്നതിനെ തൊട്ടവൾ മറയ്ക്കൽ നിർബന്ധമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ 11% കണക്കെടുത്ത് സർവേ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് പർദ്ദ ധരിക്കുന്നു. പിന്നീട് അത് 36% മാറി. പക്ഷെ ആ പർദ്ദ ധരിക്കുമ്പോൾ തന്നെ മോഡലായി മാറുകയാണ്. പർദ്ദ ധരിക്കുന്ന സ്ത്രീയുടെ തലമുടിയും വെളിവാകുന്നു, തലമറയ്ക്കുന്നില്ല.
എല്ലാ ശരീരവും മറച്ചിട്ടുണ്ട്, പക്ഷേ തല മറയ്ക്കുന്നില്ല. അത് ഉസ്താദുമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ആലിമീങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രം എടുത്തു മറയ്ക്കുന്ന ഒരവസ്ഥ. അത് മാറണം, മാറ്റിയെടുക്കണം. നമ്മുടെ സഹോദരിമാർ, നമ്മളുടെ ഉമ്മമാർ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കാല് പോലും, കണങ്കാല് പോലും വെളിപ്പെടാൻ പാടില്ല അന്യപുരുഷന്മാരുടെ അടുക്കൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുർഖീ ശിബ്റം മിനസ് സൗബി, സ്ത്രീ അവളുടെ കണങ്കാലിന് താഴെ ഒരു ചാൺ താഴ്ത്തിയിടട്ടെ, വസ്ത്രം ഒരു ചാൺ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. തുർഖീ ശിബ്റം മിനസ് സൗബി, അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ചുരിദാറായാലും പാന്റായാലും പർദയായാലും ഏത് വസ്ത്രമായാലും അവളുടെ കണങ്കാലിന് താഴേക്ക് കടക്കേണ്ടതാണ്. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തി എണീറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഒട്ടകപ്പുറത്ത് കൊണ്ട് സവാരി ചെയ്യുന്നവരാണ്. ഒട്ടകപ്പുറത്തേക്ക് കയറുമ്പോ അതിന്റെ മുകളിൽ കയറിയിരിക്കാൻ വേണ്ടി ഞങ്ങൾ പെണ്ണുങ്ങളെ പൊക്കി ഉയർത്തുമ്പോ അവരുടെ കാലുകൾ വെളിവാകുന്നുണ്ടല്ലോ ഹബീബേ. അവരുടെ കാല് ചിലപ്പോൾ കണങ്കാല് വരെ വെളിവാകും. ഇങ്ങനെ താഴ്ത്തിയിട്ടെങ്കിലും അഥവാ താഴ്ത്തിയിട്ടാലും, ഒരു ചാൻ താഴ്ത്തിയിട്ടാലും ശരി, ഒട്ടകപ്പുറത്തേക്ക് കയറുമ്പോൾ വെളിവാകലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഒരു ചാൻ താഴ്ത്തിയിട്ടാൽ അവൾ ഒട്ടകപ്പുറത്തേക്ക് കയറുമ്പോൾ അവളുടേതായ നഗ്നത വെളിവാകുന്നതുണ്ടെങ്കിൽ, കാല് കാണുന്നുണ്ട് എങ്കിൽ അവൾ ഇനി ഒരു മുഴം താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. എങ്കിൽ അവർ ഒരു മുഴം കൂടി താഴ്ത്തിയിട്ടുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി. എന്നാലും ഒക്കെ ഇളവില്ല, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അവളുടെ ശരീരം മുഴുവനും അന്യ ആൾക്കാരെ തൊട്ട് മുറച്ചിരിക്കണം, നിർബന്ധമാണ്. وَلْيَضْرِبْنَ بِخُمُرِهِنَّ عَلَى جُيُوبِهِنَّ, ധരിച്ചിരിക്കുന്ന മുഖമക്കന, സ്ത്രീകൾ അവൾ ധരിച്ചിരിക്കുന്ന മുഖമക്കന അവളുടെ മാറിന്റെ മുകളിലൂടെ താഴ്ത്തിയിടട്ടെ. വിശുദ്ധ ഖുർആൻ, ശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവളുടെ തലയിലിട്ടിരിക്കുന്ന മുഖമക്കന അതവളുടെ മാറത്തേക്ക് താഴ്ത്തിയിടട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. കൂടുതൽ നോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയാണ്, അവളുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ അല്ലാഹു വളരെ കണിശമായ നിലപാടെടുത്തുകൊണ്ട് ഖുർആനിലൂടെ പറയുന്നത്. മഹത്തുക്കൾ വിവരിക്കുന്നു, പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിക്കുന്നു, കുടുംബത്തിൽപ്പെട്ട തന്നെ മഹ്റമുകളായ വിവാഹബന്ധം നിഷിദ്ധമായ വ്യക്തികളുടെ മുന്നിൽ സ്ത്രീകൾക്ക് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗമാണ് വെളിവാക്കാൻ സാധിക്കുക? ഇമാം നവവി തങ്ങൾ തന്നെ പറയുന്നു, വയജൂസു ലഹാ മിൻ ഗൈരി തബർറുജിൻ അൽ വജ്ഹ വർ-റഅസ്, വലിയ അണിഞ്ഞൊരുങ്ങലൊന്നുമില്ലാതെ, വലിയ പ്രൗഢിയൊന്നുമില്ലാത്ത തന്നെ വസ്ത്രം കുടുംബക്കാരുടെ ഇടയിൽ അഥവാ വിവാഹബന്ധം നിഷിദ്ധമായ വ്യക്തികളുടെ ഇടയിൽ അവർക്ക് അണിയാം, അതവൾക്ക് കാണിക്കാം, അവൾക്ക് വെളിവാക്കാം. അനുവദനീയമാണ്, അനുവദനീയമാണ്. സുന്നത്തോ അല്ല, നിർബന്ധമോ അല്ല, അനുവദനീയമാണ്. അഥവാ ഒരു സ്ത്രീ വെളിവാക്കിയാൽ അടുത്ത കുടുംബക്കാരുടെ അടുക്കൽ, വിവാഹബന്ധം നിഷിദ്ധമായ ആൾക്കാരുടെ അടുക്കൽ അവൾക്ക് വെളിവാക്കാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. യജൂസു ലഹാ മിൻ ഗൈരി തബർറുജിൻ അൽ വജ്ഹ വർ-റഅസ, തലയും തലയോടൊപ്പം തന്നെ മുഖവും വെളിവാക്കാം. വർ-റഖബത വൽ കഫൈനി വൽ കഅബൈൻ, പിരടി വെളിവാക്കാം, കണങ്കാല് വെളിവാക്കാം. വതസ്തുറു മാ സിവാ ദാലിക, ഇതല്ലാത്ത മുഴുവനും അവൾ മറച്ചിരിക്കൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹബന്ധം നിഷിദ്ധമായ ആൾക്കാരുടെ മുന്നിൽ തന്നെ സ്ത്രീകൾക്ക് വെളിവാക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞത്. മുഖവും അവരുടെ കൈയുടെ മുൻഭാഗവും അതുപോലെ തന്നെ തലയും പെരടിഭാഗവും കണങ്കാലും ഒഴികെ ബാക്കിയുള്ളത് മുഴുവനും മറച്ചിരിക്കണം. ഇവകൾ മാത്രം അങ്ങേറ്റം വെളിവാക്കാൻ പറ്റുമെങ്കിൽ ഇത് മാത്രം ജായിസാണ്, അനുവദനീയമാണ്. അന്യരായ സ്ത്രീകളുടെ മുന്നിൽ പോലും ഔറത്ത് വെളിവാക്കാൻ പാടില്ല. അന്യരായ സ്ത്രീകൾ,
മറ്റു മതസ്ഥിൽപ്പെട്ടവരാകട്ടെ, മോശം സ്ത്രീകളിൽപ്പെട്ടവരാകട്ടെ, മുസ്ലിമീങ്ങൾ തന്നെ മോശം സ്ത്രീകൾ, മോശപ്പെട്ടതായ സ്വഭാവമുള്ള സ്ത്രീകൾ, അവരുടെ മുന്നിൽ പോലും സ്ത്രീകൾ അവരുടെ ഔറത്ത് നഗ്നത പ്രദർശിപ്പിക്കാൻ പാടില്ല. നഗ്നത എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും ഔറത്താണ്. സ്ത്രീകൾ അവരുടെ ഔറത്ത് മറ്റൊരു സ്ത്രീയെ കാണിക്കുകയാണെങ്കിൽ ആ സ്ത്രീ ധർമ്മബോധമുള്ളവളാകണം. ഔ നിസാഇഹിന്ന എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി അത് വ്യക്തമാക്കിയതാണ്. ഔ നിസാഇഹിന്ന, സ്ത്രീ ധർമ്മബോധമുള്ളവളാകണം. ധർമ്മബോധമുള്ള, നല്ല ഈമാനുള്ള, തഖ്വയുള്ള, മതഭക്തിയുള്ള, മതനിഷ്ഠയുള്ള പെണ്ണിന്റെ മുന്നിൽ മാത്രമേ അവൾക്ക് ഔറത്ത് അഥവാ കാലിൽ നിന്നോ പെരടിയിൽ നിന്നോ മറ്റ് കൈകാലുകളിൽ നിന്നോ വെളിവാക്കാൻ പറ്റുന്നത് വെളിവാക്കാൻ പറ്റൂ. അല്ലാത്തത് മുഴുവനും ആ സ്ത്രീയുടെ മുന്നിലും മറച്ചിരിക്കണം. മോശപ്പെട്ട സ്ത്രീയുടെ മുന്നിലേക്ക് ഒരിക്കലും തന്നെ അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും കാണിക്കാൻ പാടില്ല എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. അറിയുമോ നിങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഷാമിലെ ഗവർണറായി നിശ്ചയിച്ചു. പ്രവാചകന്റെ കാലം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലം കഴിഞ്ഞു. ശേഷം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലം വന്നപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കത്തെഴുതിയത്രേ. എന്താണ് കത്തിന്റെ ഉള്ളടക്കം? അബൂ ഉബൈദ, ഈ കത്ത് കിട്ടിയാൽ ഉടനെ തന്നെ നീ ആക്ഷൻ എടുക്കണം. നിന്റെ നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകളോട്, ഷാമിലുള്ള മുഴുവൻ മുസ്ലിം സ്ത്രീകളോട് വിളംബരം ചെയ്യണം. മോശപ്പെട്ട സ്ത്രീകളുടെ കൂടെ കൊളക്കടവിൽ പോയി കുളിക്കാൻ പോകരുത് എന്ന് വിളംബരം ചെയ്യണം. എനിക്കങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഷാമിലേതായ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ മോശപ്പെട്ട സ്ത്രീകളോടൊപ്പം കുളക്കടവിൽ പുഴയിൽ കുളിക്കാൻ പോകുന്നുണ്ട്. അത് നിർത്തലാക്കണമെന്ന് ഇതാ ഞാൻ ഓർഡർ ഇടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കത്ത് കിട്ടേണ്ട താമസം വിറച്ചുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്രഖ്യാപനം നടത്തുന്നു. കുതിരപ്പുറത്ത് കയറി ഇനി ഒരൊറ്റ സ്ത്രീകൾ പോലും, മുസ്ലിം സ്ത്രീകൾ കുളക്കടവിലേക്ക് കുളിക്കാൻ പോകരുത്. എന്തേ കാരണം? അവരുടെ ഔറത്ത് മോശപ്പെട്ട സ്ത്രീകൾ കണ്ടാൽ അവരുടെ പുരുഷന്മാരോട് മോശപ്പെട്ട സ്ത്രീകൾ അവരുടേതായ മറ്റു സ്ത്രീകളുടെ ഔറത്ത് കണ്ടാൽ, നഗ്നത കണ്ടാൽ അവരുടെ പുരുഷന്മാരോട് പോയി വർണ്ണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇന്നാലിന്ന സ്ത്രീ അവളുടെ ഔറത്ത് എങ്ങനെയാണ്, അവളുടേതായ ഇന്ന ഭാഗം കാണാൻ കൊള്ളാം എന്ന് പോയി വിശദീകരിച്ചു കൊടുക്കും മോശപ്പെട്ട സ്ത്രീകൾ. അതുകൊണ്ട് അവൾ കുളിക്കാൻ പോകുന്ന കുളിക്കടവിലേക്കോ അവളുടെ മുന്നിലോ നിങ്ങളുടെ ശരീരഭാഗം ഒരിക്കലും നിങ്ങൾ കാണിക്കരുത് എന്ന് ഇമാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതിക്കൊണ്ട് ലോകർക്ക് മുഴുവനും ദർശനമായി പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനാണ് ഇത്തരത്തിൽ വസ്ത്രം ധരിക്കാൻ പ്രിയമുള്ള സഹോദരിമാരോട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും കലാമും ഇത്രത്തോളം ശാഠ്യം പിടിക്കുന്നത്? എന്തിനാ ഇത്രത്തോളം ശാഠ്യം പിടിക്കുന്നത്? സ്ത്രീകൾ മുഴുവനും ഔറത്താണ്, അവളുടെ ശരീരം മുഴുവനും മറയ്ക്കണം. എന്താ ഇത്രത്തോളം പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുംതു അലാ ബാബി ജഹന്നം, നരകത്തിന്റെ വാതിലിന് മുന്നിലേക്ക് ഞാൻ എത്തി നോക്കി. ഞാൻ നരകത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഫറഅയ്തു അമ്മത മൻ ദഖലഹൻ നിസാ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മിഅ്റാജിന്റെ രാവിൽ എനിക്ക് നരകം കാണിച്ചപ്പോ ആ നരകത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് ആ നരകത്തിൽ അധികവുമായിട്ടുള്ളത്. ഫറഅയ്തു അമ്മത മൻ ദഖലഹൻ നിസാ, ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ സ്ത്രീകൾ അധികമാണ്, അവർ അധികവും അതിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു, അതിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ആര് പറയുകയാണ്? ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണിത്. എന്തേ കാരണം? ഒറ്റ വഖത്ത് പോലും മുടങ്ങാതെ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ട്, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ട്. സ്ത്രീകൾ അവർ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം പലവട്ടം ചെയ്തവരുണ്ട്, ജീവിതത്തിൽ പല പ്രാവശ്യവും ഉംറ ചെയ്തവരുണ്ട്, ധാരാളം മഹത്തുക്കളുടെ മഖ്ബറകൾ പോയി പുണ്യം തേടിക്കൊണ്ട് ദുആ ചെയ്ത
ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ വസ്ത്രവിധാനത്തിൽ വന്ന വികലമായ ചിത്രീകരണം, അവരുടെ ശരീരത്തിന്റെ അംഗലാവണ്യം മറ്റുള്ള പുരുഷന്മാരിലേക്ക് ദർശിപ്പിച്ചതിന്റെ പേരിലാണത്രേ അവർ ഇത്രത്തോളം നരകത്തിൽ കാണാൻ കഴിഞ്ഞത് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തേ അല്ലാഹുവിന്റെ റസൂല് നരകത്തിൽ കൂടുതലായി സ്ത്രീകളെ കാണാനുള്ള കാരണം? അവർ നിസ്കരിക്കുന്നുണ്ടല്ലോ, അവർ നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ, അവർ സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അവർ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചു പോയ ധനത്തിൽ നിന്നും കൃത്യമായി ക്രിയാത്മകമായി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നുണ്ടല്ലോ, സദഖ കൊടുക്കുന്നുണ്ടല്ലോ. എത്ര ഉമ്മമാരാണ് പാതിരാത്രി എണീറ്റ് നിന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും എന്തുപറ്റി സ്ത്രീകൾക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അവരുടെ മോശം വസ്ത്രവിധാരണം കാരണമായിട്ടാണ്, അവരുടെ വികലമായ വസ്ത്രവിധാനം കാരണമായിട്ടാണ് ഈ രീതിയിലേക്ക് അവരെത്തിപ്പെടാൻ നരകത്തിൽ കൂടുതലായി കാണാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, സിൻഫാനി മിൻ അഹ്ലിന്നാർ സിൻഫാനി മിൻ ഉമ്മതി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ. രണ്ടു കൂട്ടർ അവർ എന്റെ ഉമ്മത്തിൽ പെട്ടതാണ്, എന്റെ സമുദായത്തിൽ പെട്ടതാണ്. പക്ഷേ ലം അറഹുമാ, അവർ രണ്ടാളെയും ഞാൻ കണ്ടിട്ടില്ല. ആ രണ്ട് സമുദായത്തെ, രണ്ട് കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ സമുദായത്തിൽപ്പെട്ട രണ്ട് കൂട്ടർ, ആ രണ്ട് വിഭാഗം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അഥവാ എന്റെ കാലഘട്ടത്തിൽ അവരുണ്ടായിട്ടില്ല. ഇനി ശേഷം വരാനുള്ള കാലഘട്ടത്തിലുള്ളതാണ്. നോക്കാം നമുക്ക് ഈ കാലഘട്ടത്തിലുണ്ടോ എന്ന്. ഒന്നാമത്തതായ ആളാരാണ്? ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ തീർച്ചയായും നരകവാസികളാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ കൂട്ടർ ഖൗമുൻ മഅഹും സിയാത്ത്. ഒന്നാമത്തെ കൂട്ടർ ഒരു സമുദായമാണ്, ഒരു വിഭാഗമാണ്. മഅഹും സിയാത്ത്, അവരുടെ കയ്യിൽ ഒരു ചാട്ടവാറുണ്ട്. കഅദിനാബിൽ ബഖർ, പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടുവാറുണ്ട്. യദ്രിബൂനൻ നാസ ബിഹാ, അവർ ജനങ്ങളെ അകാരണമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു ആ ചാട്ടവാറുകൊണ്ട്. ബോഡോ കലാപകാരികളുടെ തോക്കിൻ മുന്നിലും ചാട്ടവാറി മുന്നിലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പലസ്തീനിലെ മക്കളെ കുറിച്ചായിരിക്കാം ഈ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വചനം പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും ആ വിഷയം നമ്മളുമായി ബന്ധപ്പെടാത്തതുകൊണ്ട് രണ്ടാമത്തെ കൂട്ടർ ആരാണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടർ, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ തീർച്ചയായും നരകത്തിലാണ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ കൂട്ടർ നിസാഉൻ കാസിയാത്ത്. നിസാഉൻ കാസിയാത്ത്, ചില സ്ത്രീകളാണ്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്ത്, എന്നാൽ വിവസ്ത്രരാണ്. മായിലാത്തുൻ മുമീലാത്ത്, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ധാരാളം മോടി പിടിപ്പിച്ചുകൊണ്ട്, മുത്തും പവിഴവും പർദയിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്നതായ സ്ത്രീകളാണവർ. അവർ അത്തരത്തിലുള്ളവരാണ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ, അവരുടെ തലയുടെ മൂർധാവ് കാണുമ്പോ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ, ഒട്ടകത്തിന്റെ മുതുകു പോലെ ഇരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവർക്കുള്ള അടയാളമായി, അവർക്കുള്ള ഒരു അലാമത്തായി പരിചയപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്ന് മാത്രമല്ല, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ദിന റീഹഹാ, അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്ന് മാത്രമല്ല, വലാ യജ്ദിന റീഹഹാ, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ആ സഹോദരിമാർക്ക് ഒരിക്കലും അവർക്ക് സുഖിക്കാൻ പറ്റുകയില്ല, അവർക്ക് ആസ്വദിക്കാൻ പറ്റുകയില്ല, അവർക്ക് എത്തുക പോലുമില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വഇന്ന റീഹഹാ ലതജിദു മസീറത കദാ വകദാ,
എത്രത്തോളം ദൂരത്തോളം, വിശാലമായ ദൂരത്തോളം മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു, വഇന്ന റീഹഹാ ലതജിദു 500 ആം. 500 വർഷം വഴിദൂരം, 500 വർഷം വഴിദൂരം വരെ ആ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശും കേട്ടോ. ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് കഴിയില്ല. എങ്ങനത്തെ മുസ്ലിം സ്ത്രീയാണ്? അവളുടെ വസ്ത്രം വളരെ വികലമായി അവൾ കണ്ടു കഴിഞ്ഞു. അവളുടെ ശരീരത്തിന്റെ അംഗലാവണ്യം മറ്റുള്ളവരിലേക്ക് ദർശിപ്പിക്കാൻ വേണ്ടി ഗമ്പൽ കൊള്ളുന്ന മുസ്ലിം സ്ത്രീയെ നീ മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയില്ലെന്ന് മാത്രമല്ല, നിനക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശാൻ സാധിക്കുകയില്ല. 500 വർഷം വഴിദൂരം അടിച്ചു വീശുന്ന ആ സ്വർഗത്തിന്റെ പരിമളം നിനക്കൊന്ന് ആസ്വദിക്കുകയില്ലെന്ന് മാത്രമല്ല, അതിന്റെ പരിമളം നിന്റെ അടുത്തേക്ക് എത്തുക പോലും ഇല്ല. അതിന്റെ പരിമളം നിനക്ക് എത്തുക പോലും ഇല്ല. ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ, മുസ്ലിം ഹദീസ് ക്രോഡീകരിച്ച മുസ്ലിം ഗ്രന്ഥത്തിന്റെ ശറഹ് എഴുതിക്കൊണ്ട് ഇമാം നവവി തങ്ങൾ പറയുന്നു, എന്താണ് കാസിയാത്തുൻ അരിയാത്തുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അദ്ദേഹം അതിന് 3 അർത്ഥതലങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തോടുകൂടി ഏകദേശം കംപ്ലീറ്റ് ആകും ഈ വിഷയം. എന്താണ് ആ 3 വിഷയങ്ങൾ? വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണത്. ഒന്നാമതായി പറയുന്നു, മഅനാഹു കാസിയാത്തുൻ അരിയാത്തുൻ, നഗ്നത പ്രദർശിപ്പിക്കുന്നതായ സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കാസിയാത്തുൻ അരിയാത്തുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലവലു അലൈഹിന്ന കിസ്വത്തുൻ ലാകിന്നഹാ ലാ തുഫീദു ഫീ സിത്രിൽ മർആ. അലൈഹിന്ന കിസ്വത്തുൻ, അവരുടെ മേൽ വസ്ത്രമുണ്ട്, പക്ഷേ ലാകിന്നഹാ ലാ തുഫീദു ഫീ സിത്രിൽ മർആ, അവരുടേതായ ശരീരം മറയ്ക്കുന്നതിനത് പര്യാപ്തമല്ല. ശരീരത്തിൽ മറയ്ക്കാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറയ്ക്കാൻ അത് പര്യാപ്തമല്ല. ബ്ലൗസ് ധരിച്ചിട്ടുണ്ട് പക്ഷേ അത് പൊൻഭാഗവും പിൻഭാഗവും കാണുന്ന രീതിയിൽ തയ്പ്പിച്ചതാണ്. ഇമാം നവവി തങ്ങൾ അതിന് തന്നെ ഉദാഹരണം പറയുന്നു, മിസ്ലൻ തകൂന സിയാബു ഖസീറാ. ഏത് നിലയ്ക്കാണ്? വസ്ത്രം വളരെ ചെറുതാണ്, വസ്ത്രം വളരെ ചെറുതാണ്. 3/4 ഇട്ടുകൊണ്ട് പിഞ്ചോമന മക്കൾക്ക് വരെ ധരിപ്പിക്കുന്ന കാലഘട്ടം. വളരെ ചെറിയ ചുരിദാർ, ആ ചുരിദാർ തന്നെ ധരിച്ചിട്ട് അതിന് കൈയില്ലാത്ത രീതിയിൽ ഉള്ള ചുരിദാർ. മോഡേൺ യുഗത്തിലേക്ക് മുസ്ലിം സമൂഹം അധപതിച്ചിരിക്കുന്ന കാലഘട്ടം. വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഇനിയുള്ള ജീവിതം. എന്റെ പ്രിയമുള്ള മുസ്ലിം സമൂഹമേ, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ വചനത്തിലൂടെ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം നവവി റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചുകൊണ്ട് 2ാമത്തെ വിശദീകരണം നൽകുന്നു. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രരാണ് എന്ന് പറഞ്ഞതിന്റെ 2ാമത്തെ അർത്ഥം അന്ന സൗബത സഖ്ബൽ ജിൽദി, ശരീരത്തിലേക്ക് കൊടുസായ വളരെ ടൈറ്റുള്ള വസ്ത്രം. വസ്ത്രം വളരെ ടൈറ്റാണ്, വസ്ത്രം വളരെ ഇടുങ്ങിയതാണ്. ഇത് പുരുഷന്മാർക്കും ബാധകമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പുരുഷന്മാർ അവരുടെ ബൂട്ട്കട്ട് ജീൻസും അതുപോലെ തന്നെ ടൈറ്റ് ജീൻസും ഒക്കെ ഇടുന്ന പുരുഷന്മാർ വളരെയേറെ ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിന്റെ അംഗലാവണ്യം മുഴുവനും പുറത്തു കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതി. സ്ത്രീകൾ അവർ ടൈറ്റ് ജീൻസ് ധരിക്കുന്നു, ടൈറ്റ് ബനിയൻ ഇടുന്നു. ഇത് ഇസ്ലാമികമല്ല. ഇത് പണ്ഡിതന്മാർ എക്കാലവും പറയുന്നതാണ്. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും. ഇത് തന്നെയാണ് പണ്ഡിതന്മാർക്ക് എക്കാലവും പറയാനുള്ളതും. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം എക്കാലഘട്ടത്തിലും ഇത് തന്നെയാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ പുരുഷന്മാർക്ക് രോഷം കൊള്ളും, സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. രോഷം കൊണ്ടിട്ട് കാര്യമില്ല, എന്നോട് ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കലാം, അത് മാത്രമാണ് നമുക്ക് ഏറ്റവും വലിയ തെളിവ്. ആ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഓരോ വചനങ്ങളുടെയും പൊരുളെന്ന് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം.
വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രനാണ് എന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ അർത്ഥമാണ് പറഞ്ഞത്. വസ്ത്രം വളരെ ടൈറ്റായ വസ്ത്രമാണ്, ഇടുങ്ങിയ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ബനിയനും ടൈറ്റ് ജീൻസും ഒക്കെ സ്ത്രീകൾ ധരിക്കുന്നത് ഒഴിവാക്കുക. പർദ്ദ ധരിക്കുമ്പോൾ തന്നെ അതല്പം ലൂസുള്ളതും അല്പം അയവുള്ളതുമായി ധരിക്കുക. മൂന്നാമത്തതായി ഇതിന്റെ അർത്ഥം അഥവാ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രനാണ് എന്ന് പറഞ്ഞതിന്റെ മൂന്നാമത്തെ അർത്ഥം ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, വഅൻ തകൂനൽ കിസ്വതു ഖഫീഫ, വസ്ത്രം വളരെ നേർന്നതാകുക, നേരിയ വസ്ത്രമാകുക, ലൈറ്റ് തുണി കൊണ്ട് തയ്ച്ചതാകുക. നാം നബവി തങ്ങൾ തന്നെ പറയുന്നു, യുറാമിൻ വറാഇഹൽ ജിൽദു, ഏത് നിലയ്ക്കുള്ള വസ്ത്രമാണ്? യുറാമിൻ വറാഇഹൽ ജിൽദു, അവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും തൊലിയുടെ നിറം വരെ വളരെ വ്യക്തമായി കാണുന്ന നിലയ്ക്കുള്ള നേരിയതായ വസ്ത്രം ധരിക്കുക. ഇത് ഹറാമാണ്, ഇത് നിഷിദ്ധമാണ്. ഇസ്ലാം വളരെ വ്യക്തമായ നിലയിൽ നിഷ്കർഷിച്ചതാണ്, ഒഴിവാക്കാൻ കൽപ്പിച്ചതാണ്. മുസ്ലിം സമുദായത്തിന് ഒരിക്കലും പാടില്ല ഇത്തരത്തിലുള്ള വസ്ത്രവും ഇത്തരത്തിലുള്ള വസ്ത്രവിധാനവും മാറ്റണം. നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ എങ്ങനെയായിരുന്നു മാറ്റുക? ഏത് വസ്ത്രമാണ് ധരിക്കുക? ഇല്ലേ, ഒരു സംശയം ഉണ്ടാവും. നല്ല അയവുള്ള വസ്ത്രം, അത് അല്പം ഇറക്ക കൂടുതലുള്ളതായി ധരിച്ചോട്ടെ സ്ത്രീകൾ. ചുരിദാർ ധരിക്കുന്നവരാണെങ്കിലും അല്പം ടൈറ്റ് കുറച്ചുകൊണ്ട് അല്പം ലൂസായിട്ട് തയ്ക്കുക. പർദ്ദ ധരിക്കുന്നവരാണെങ്കിൽ അതും അല്പം ലൂസാക്കി തയ്ക്കുക. ഇടുങ്ങിയ വസ്ത്രത്തെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ നരകത്തിലേക്ക് പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ മൂന്ന് രീതിയിലും വസ്ത്രം ധരിക്കുന്നതായ സ്ത്രീകൾ, ഇടുങ്ങിയ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ, ടൈറ്റുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അതുപോലെ തന്നെ വളരെ നേർന്നതായ തുണി കൊണ്ട് തയ്ച്ചതായ വസ്ത്രം ധരിക്കുന്നവരാകട്ടെ, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ തുണി കൊണ്ട് തയ്ച്ച വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അവരുടെ ഔറത്ത് നഗ്നത പ്രദർശിപ്പിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വചനത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ, നരകത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് കൂട്ടരിൽ ഒരു കൂട്ടരായി നിങ്ങൾ പെടുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിയുമോ നിങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക് ഹഫ്സ എന്ന് പറയുന്ന മഹദി കടന്നു ചെന്നപ്പോ അബ്ദുറഹ്മാനിന്റെ മകൾ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ മഹദി ആയിഷ ബീബിയുടെ സവിധത്തിലേക്ക് കടന്നു ചെന്നു. ഹഫ്സ ബീബി തങ്ങൾ പറയുകയാണ്, ദഖൽതു അലാ ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക് കടന്നു ചെന്നു. വഅലയ്യ ഖിമാറുൻ റഖീഖ്, എന്റെ മേൽ വളരെ നേരിയതായ ഒരു തട്ടമുണ്ട്. തലയിലിട്ടിരിക്കുന്ന തട്ടം വളരെ നേരിയതാണ്, നേർന്നതാണ്. വളരെ ഉള്ളിലുള്ള തലയുടെ മുഴുവൻ മുടികളും തലയുടെ ഭാഗങ്ങൾ മുഴുവനും കാണുന്ന രീതിയിലുള്ള തലത്തട്ടമാണ് ഞാനിട്ടുകൊണ്ട് അദ്ദേഹം മഹദിയുടെ സവിധത്തിലേക്ക് കടന്നു ചെന്നത്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് മുസ്ലിം സഹോദരിമാരെ നിങ്ങൾ ഉത്ബുദ്ധരാകുക, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ തട്ടത്തിന്റെ സൈഡിൽ പിടിച്ചുകൊണ്ട് ഫശഖ്ഖത് വകസതഹാ ഖിമാറൻ കസീഫാ, ആ തട്ടം വലിച്ചൂരിക്കൊണ്ട് അത് വലിച്ച് കീറി കളഞ്ഞിട്ട് ഒരു നല്ല കട്ടിയുള്ള ഒരു തലേ തുണിയെടുത്തുകൊണ്ട് ആ മഹദിക്ക് ആ ആയിഷ ബീവി പുതപ്പിച്ചു കൊടുക്കുകയാണ്, തലയിൽ ധരിപ്പിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക് കടന്നു വന്ന അബ്ദുറഹ്മാന്റെ മകൾ ഹഫ്സയുടെ തലയിൽ ഇരുന്ന തട്ടം വളരെ നേരിയതായി കണ്ടപ്പോൾ പ്രതികരിച്ചത് പുന്നാര ഹബീബിന്റെ ഭാര്യ ഇപ്രകാരമാണെങ്കിൽ, പ്രിയമുള്ള സഹോദരിമാരെ, ഭർത്താക്കന്മാർക്കും വീട്ടിലുള്ള സഹോദരങ്ങൾക്കും തട്ടം കീറാനേ നേരമുണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെയൊക്കെ തട്ടവും നമ്മുടെയൊക്കെ ജീവിത ശൈലിയും അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഇസ്ലാമിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും ഷിആറുകളും നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഓരോ മുസ്ലിം സഹോദരിമാരും ഓരോ മുസ്ലിമീങ്ങളും സഹോദരന്മാരും അവർ ചിന്തിക്കേണ്ടതാണ്, ഉത്ബുദ്ധരാകേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ
അവിടുന്ന് ലോകത്തോടായി വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപനം നടത്തി. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ കലാം പരിശുദ്ധമായ ഖുർആനിലൂടെ ആലോകർക്ക് മുഴുവനും ദർശനമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അവതരിപ്പിച്ച ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുകയാണ്, പ്രവാചകരെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ, ഖുല്ലി അസ്വാജിക, അവിടുത്തെ ഭാര്യമാരോട് തങ്ങൾ പറയുക, തങ്ങളുടെ ഭാര്യമാരോട്, തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് തങ്ങൾ ഉപദേശിക്കുക. വബനാതിക, അവളുടെ പെൺമക്കളോട് തങ്ങൾ പറയുക. വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടും പറയുക, മുസ്ലിം സഹോദരിമാരോടും പറയുക. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവർ ധരിച്ചിരിക്കുന്ന തലയിലെ തട്ടത്തിന്റെ ഒരു ഭാഗം മുഖത്തേക്ക് താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ്, എന്തായി പറയുന്നത്? തലയിൽ ധരിച്ചിരിക്കുന്ന മുഖമക്കന മുഖത്തേക്ക് താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. അതൊക്കെ മലപ്പുറത്തല്ലേ ഉസ്താദേ? മലപ്പുറത്തുള്ള സഹോദരിമാരാണല്ലോ അങ്ങനെ ചെയ്യുക. ഇവിടെ ഞങ്ങൾക്ക് പറ്റൂല. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണിത്, ഖുർആനിന്റെ കൽപ്പനയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഖുല്ലി അസ്വാജി, അവിടുത്തെ ഭാര്യമാരോട്, സ്വന്തം സഹധർമ്മികളോട് ആദ്യം പറയണം. വബനാതിക, അവിടുത്തെ പെൺമക്കളോടും ആദ്യം ഉപദേശിക്കണം. അവർ പഠിച്ചിട്ടേ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാവോ. തീർന്നില്ല. വനിസാഇൽ മുഅ്മിനീൻ, മുസ്ലിം പെൺകൊടികളോട്, മുസ്ലിം അംഗമാരോട്, സർവരോടും അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ തലയിലിട്ടിരിക്കുന്ന മുഖമക്കന മുഖത്തേക്ക് താഴ്ത്തിയിട്ടുള്ളട്ടെ എന്ന് കൽപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കൽപ്പിച്ചത് ആദ്യമായി അവിടുത്തെ ഭാര്യമാരെ, ആദ്യം സ്വന്തം വീട്ടുകാരെ നന്നാക്കി, സ്വന്തം മക്കളെ നന്നാക്കി, പിന്നീട് ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഇതിന്റെ ദർശനം, വിപ്ലവം, നവോത്ഥാനമാക്കി മാറ്റിക്കൊടുത്തു. പക്ഷേ നമ്മളത് അനുസരിക്കുന്നില്ല. പ്രവാചകന്റെ കുടുംബം അനുസരിച്ചു. അവിടുത്തെ മുഅ്മിനീങ്ങളും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും അവിടുത്തെ സഹാബിമാരും സഹാബിയത്തും സർവരും അനുസരിച്ചു. നമ്മുടെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോ നമുക്കതൊരു മോശം ഫാഷനായി മാറി. ഇന്നിന്റെ മക്കൾ അത് വളരെ മോശമായി മാറ്റിയെടുക്കുകയാണ്. അല്ലാഹുവിന്റെ കലാം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ദാലിക അദ്നാ അയ്യുറഫിൻ, ദാലിക അദ്നാ അയ്യുറഫിൻ, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി, ചാരിത്ര ശുദ്ധിയുള്ളവരാണ് നിങ്ങളെ എന്ന് വളരെ വ്യക്തമായി അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഇത്. മുസ്ലിം അംഗമാരെ, മുസ്ലിം സഹോദരിമാർ അവരുടെ മുഖമക്കന ധരിച്ചു കൊണ്ടുവരുമ്പോ ചാരിത്ര ശുദ്ധിയുള്ള സഹോദരിമാരാണ് ഇവരെന്ന് വളരെ വ്യക്തമായി ലോകത്തിന് മനസ്സിലാക്കാൻ ഒരേ ഒരു അടയാളമുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. ദാലിക അദ്നാ അയ്യുറഫിൻ, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ മുഖപടം ധരിച്ചു കൊള്ളട്ടെ, മുഖമക്കന ധരിച്ചു കൊള്ളട്ടെ. ഫലാ യുഅ്ദൈൻ, ഫലാ യുഅ്ദൈൻ, ഫലാ യുഅ്ദൈൻ, നിങ്ങളെ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണിത്. വളരെ ശ്രദ്ധിക്കണം. ഫലാ യുഅ്ദൈൻ, നിങ്ങളെ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. മുസ്ലിം സഹോദരിമാരെ, നിങ്ങളുടെ മുഖമക്കന നിങ്ങളുടെ മുഖത്തേക്ക് താഴ്ത്തിയിടണമെന്ന് പറയാൻ കാരണമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളൊരു വസ്തുത അറിയണം സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ സ്ത്രീ പീഡനങ്ങളും ബലാത്സംഗങ്ങളും നടക്കുമ്പോ അല്ലാഹുവിന്റെ ഈ കലാം വളരെ പ്രസക്തമാണ്, പ്രസക്തമാണ്. നിങ്ങൾക്ക് ദ്രോഹം മേൽക്കാതിരിക്കാൻ ഏറ്റവും കരണീയം, ഏറ്റവും അത്യന്താപേക്ഷിതമായത് ആ നിങ്ങളുടെ മുഖമക്കന മുഖത്തേക്ക് താഴ്ത്തിയിടലെന്ന് വിശുദ്ധ ഖുർആൻ. ലോകത്ത് ഓരോ 22 മിനിറ്റുകളിലും പീഡന മരണങ്ങൾ നടക്കുന്നു എന്ന് സർവേ
ഓരോ 52 മിനിറ്റുകളിലും ബലാത്സംഗ മരണങ്ങൾ നടക്കുന്നു എന്ന് സർവേ. ഇത് പഴയ സർവേ ആണെങ്കിൽ, പഴയ റിപ്പോർട്ടാണെങ്കിൽ, പുതിയ കണക്ക് കേൾക്കുമ്പോൾ, സർവേ കേൾക്കുമ്പോൾ നമ്മൾ കമ്പരപ്പ് തോന്നിയേക്കാം, നമ്മൾ ഞെട്ടിത്തെരിച്ചേക്കാം, ആശ്ചര്യപ്പെട്ടേക്കാം. ചില ബുദ്ധിജീവികളാണെന്ന് സ്വന്തം വിശേഷിപ്പിക്കുന്ന ചില വ്യക്തികൾ അവർ പറയാറുണ്ടെന്ത്, മുഴുവൻ ശരീരവും മറച്ചുകൊണ്ട് നടക്കൽ വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ശരീരം മുഴുവനും മറച്ചുകൊണ്ട് നടക്കൽ അത് നല്ലതല്ല. എന്തേ? യൂറോപ്പിലേക്ക് നോക്കൂ, അമേരിക്കയിലേക്ക് നോക്കൂ, അവിടെ ശരീരം മുഴുവനും തുറന്നു നടക്കുന്നു, അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ലല്ലോ. എത്രയോ പേര് ആലപ്പുഴ ബീച്ചിൽ വരുന്നു, മങ്കമാർ വരുന്നു, അവർക്കും പ്രശ്നമല്ലല്ലോ. അവർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തുറന്നിട്ടുകൊണ്ട് 3/4 ഇട്ടുകൊണ്ടല്ലേ വരുന്നത്, ബനിയം ധരിച്ചുകൊണ്ടല്ലേ വരുന്നത്, ടൈറ്റ് ജീൻസ് ധരിച്ചുകൊണ്ടല്ലേ വരുന്നത്. അവരെ ആരും പീഡിപ്പിക്കുന്നില്ലല്ലോ, അവരെ ആരും ബലാത്കാരം ചെയ്യുന്നില്ലല്ലോ. ചില ബുദ്ധിജീവികൾ പറയുകയാണ് അതുകൊണ്ട് മറച്ചു നടന്നാൽ കൂടുതൽ അപകടമാണ്, അവർക്കെതിരെ കൂടുതൽ ദ്രോഹമേൽക്കുമെന്ന് പറയുന്ന ചില ബുദ്ധിജീവികളുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ. ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്നത് അമേരിക്കയിലാണ്. ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്നത് പാശ്ചാത്യ ലോകത്താണ്. ദ ക്രൈം ഇൻ USA. അമേരിക്കയിൽ ഇറങ്ങിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് അമേരിക്കയിൽ ഇറങ്ങിയ കുറ്റകൃത്യങ്ങൾ. ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു 970 കാലഘട്ടത്തിൽ അമേരിക്കയിൽ നടന്ന HIV ബാധിതരുടെ കണക്കെടുത്തു നോക്കിയപ്പോ അത് 1.5 ലക്ഷത്തോളമായിരുന്നു. 980 ആയപ്പോ അത് 3.5 ലക്ഷത്തോളമായി വർദ്ധിച്ചു. 990 എത്തിയപ്പോഴോ അത് 5.25 ലക്ഷത്തോളമായി വർദ്ധിച്ചു. ആ കാലഘട്ടത്തിൽ ഇറക്കിയ പുസ്തകമായതുകൊണ്ട് അതിനുശേഷമുള്ള വിവരം അറിയില്ല. ദ ക്രൈം ഇൻ USA എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ വിവരമാണ് ഈ പറഞ്ഞതെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനാണ് നമുക്ക് ഏറ്റവും വലിയ തെളിവ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കലാമം, അവിടുന്ന് പഠിപ്പിച്ച തിരുസുന്നത്തും, അവിടുന്ന് പഠിപ്പിച്ച മഹത്തുക്കളായ ആലിമീങ്ങളും ഉസ്താദുമാരും പഠിപ്പിച്ച ദർശനവും കിതാബുകളുമാണ് നമുക്ക് ഏറ്റവും വലിയ തെളിവ്. യൂറോപ്പിലെ വ്യക്തികളല്ല, അവരുടെ കണക്കാണ് ഈ പറഞ്ഞത്. 1.5 ലക്ഷത്തോളവും 3.5 ലക്ഷത്തോളവും 5.25 ലക്ഷത്തോളവുമായിട്ട് HIV ബാധിതരും എയ്ഡ്സ് ബാധിതരുമായി മാറിയെങ്കിൽ അമേരിക്കയിലും യൂറോപ്പിലുമുള്ളവരെ കണ്ടുപഠിക്കണമെന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മോശപ്പെട്ടവരാണ്. അവർ ഈ കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അവരുടെ വാചകങ്ങളെ എടുത്തെറിയേണ്ടതാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അറിയുമോ നിങ്ങൾക്ക്, ഹൈന്ദവ സഹോദരിമാർക്ക് വരെ കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുന്നു. അറിയുമോ നിങ്ങൾക്ക്, ഹൈന്ദവ സഹോദരിയായ ചാന്ദ്രാണി എന്ന് പറയുന്ന സാഹിത്യകാരി അവരുടെ ഹമാരി മുഷ്കിലാത്ത് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണത്? ഒരു കുടുംബത്തിലെ സൽപ്പേരും മാന്യതയും വ്യക്തമാകണമെങ്കിൽ ആ കുടുംബത്തിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുടുംബത്തിലെ സൽപ്പേരും മാന്യതയും മനസ്സിലാക്കണമെങ്കിൽ ആ കുടുംബത്തിൽ കയറി ചെന്ന് അവിടെ അടുക്കളയിൽ അവരുടെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി കണ്ടാൽ മതി. ഇതാര് പറയുന്നതാ? ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടതായ ചാന്ദ്രാണി എന്നുള്ള സാഹിത്യകാരി പറഞ്ഞു. അവരുടെ ഹമാരി മുഷ്കിലാത്തി എന്ന ഗ്രന്ഥം ചിന്തിക്കണം നിങ്ങൾ. അപ്പോൾ ഹൈന്ദവ സഹോദരിമാർക്ക് വരെ സത്യം മനസ്സിലായി കഴിഞ്ഞു. അവർക്ക് വരെ വളരെ വ്യക്തമാണ്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ നിങ്ങളുടെ വസ്ത്രവിധാനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് ഞാനല്ല. നിങ്ങളുടെ രക്തത്തിൽ പിറന്ന, നിങ്ങളുടേതായ സ്ത്രീകളുടേതായ രക്തത്തിൽ പിറന്നതായ സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ് പറഞ്ഞത്. വളരെ വ്യക്തമാണ്. എന്താണ്? ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി കാണുമ്പോൾ മനസ്സിലാക്കും ആ കുടുംബത്തിലെ സ്ത്രീ മുഴുവൻ വ്യക്തികളുടെയും സൽപ്പേരും മാന്യതയും മഹിമയും കുലമഹിമയും സർവ്വതും തിരിയുമത്രേ. കമലാസുരയ്യ എന്ന് പറയുന്ന മാധവിക്കുട്ടി അമ്മ അല്ലേ, മാധവിക്കുട്ടിയായിരുന്നു അവർ. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. കമലാസുരയ്യ എന്നുള്ള നല്ല പേര് അവർ സ്വീകരിച്ചു. അവര് പറഞ്ഞല്ലോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ, സുരക്ഷിതയാകണമെന്ന് കരുതിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോ ഞാൻ ധരിക്കുന്നത് പർദ്ദയാണ്. പർദ്ദയ്ക്കുള്ളിൽ ഞാൻ സുരക്ഷിതയാണ്. മനോരമയുടെ ഹെഡിങ് തന്നെ ഒരു ദിവസം അത് തന്നെയാണ്. എന്താണ്? പർദ്ദയ്ക്കുള്ളിൽ ഞാൻ സുരക്ഷിതയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോ ജനങ്ങളുടെ ദ്രോഹമേൽക്കാതിരിക്കാൻ,
വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം അവരുടെ ചെവികളിൽ സാഗൂതം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവരുടെ കർണപുടങ്ങളിൽ കൊണ്ട് അതരങ്ങളിലൂടെ അവർ പറയുന്നു. എന്താണ് പറഞ്ഞത്? ഞാൻ ദ്രോഹമേൽക്കാതിരിക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ പർദ്ദയെടുത്ത് ധരിക്കും, എനിക്കതിലൂടെ വളരെ സന്തോഷം കിട്ടും. കേരള കൗമുദി വരെ അത് റിപ്പോർട്ട് ചെയ്തു. പത്രമാധ്യമങ്ങൾ മുഴുവനും അത് ഉദ്ഘോഷിച്ചു. എത്രയെത്ര ലക്കങ്ങളിലും എത്രയെത്രതായ വലിയ വാരികകളിലൂടെ നമ്മളത് കണ്ടറിയുകയും വായിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ വസ്ത്രവിധാനത്തിൽ അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതിനെതിരായി കൊണ്ടുള്ള നമ്മുടെ ജീവിത ശൈലികൾ മാറ്റിയെടുക്കണം. ഒരുപാട് സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഹറാമിൽ നിന്ന് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കലല്ല നമുക്ക് വേണ്ടത്. സുന്നത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ തിന്മകളും ചെയ്യുന്നുണ്ട്, അതിലല്ല നമുക്ക് കാര്യം. മറിച്ച് സുന്നത്തുകൾ അധികരിപ്പിക്കുന്നതിനോടുകൂടി തന്നെ ഹറാമുകൾ ഉപേക്ഷിക്കലാണ്. ഹറാമുകൾ അല്ലാഹു നിഷിദ്ധമാക്കിയ രീതിയിലുള്ള വസ്ത്രധാരണ രീതി അത് മാറ്റലാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം. ളുഹറിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, മുമ്പും ശേഷവും നിസ്കരിക്കുന്നു, 4 റക്അത്ത് നിസ്കരിക്കുന്നു, എല്ലാ സുന്നത്തുകളും എടുക്കുന്നുണ്ട്, തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജ് 5 ചെയ്തതാണ്, ഉംറ ചെയ്തതാണ്. പക്ഷേ അവളുടെ മങ്കയുടെ, ആ സ്ത്രീയുടെ, ആ ഉമ്മയുടെ വസ്ത്രധാരണ രീതി ശരിയല്ലെങ്കിൽ അവളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പാരത്രിക ലോകത്തെത്തുമ്പോൾ അവൾ കൈകടിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? നമ്മൾ ആരെയാണ് പഠിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തന്നെ ആദ്യമായി പഠനത്തിനെടുക്കാം. ആരാണ് ആയിഷ ബീവി? അല്ലാഹുവിന്റെ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അവിടുത്തെ ജീവിതം വളരെ വ്യക്തമാണ്, സുതാര്യമാണ്, മാനവർക്ക് മുഴുവനും ദർശനമാണ്. എന്റെ പ്രിയമുള്ള സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ചരിത്രമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടേത്. അവിടുന്ന് പറയുകയാണ്, അദ്ഖുലു ബൈത്തില്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹ് കുന്തു അദ്ഖുലു ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടക്കാറുണ്ട്, അതിൽ മറപാടപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടക്കും. അവിടെയാണല്ലോ ആയിഷ ബീവിയുടെ വീട്ടിലാണല്ലോ പ്രവാചകന്റെ ശരീരം മറപാടപ്പെട്ടിട്ടുള്ളത്. പ്രവാചകന്റെ ശരീരം അവിടെയാണല്ലോ മറവ് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് ഞാൻ കടക്കും. എന്തിനു വേണ്ടി? സിയാറത്തിന് വേണ്ടി. സിയാറത്ത് പുണ്യകരമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം കൂടിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നടത്തുന്നത്. ഞാൻ അവിടെ സന്ദർശിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് എനിക്ക് അന്യനല്ല, എന്റെ ഭർത്താവാണ്. അതിനേക്കാൾ ഉപരി ലോകത്ത് മുഴുവനും ദർശനത്തിന്റെ, വിപ്ലവത്തിന്റെ, നവോത്ഥാനത്തിന്റെ പടപ്പാട്ട് പാടിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് കടക്കുന്നു. വ അബീ, അതിന് തൊട്ടടുത്ത് തന്നെ എന്റെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും എന്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശ്രമിക്കുമ്പോ ആ വീട്ടിലേക്ക് ഞാൻ കടക്കാറുണ്ട്. ഫഅളഉ സൗബി, ഞാൻ ചിലപ്പോ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എന്താ നല്ല രീതി വസ്ത്രം ധരിച്ചിട്ടുണ്ടാവൂല എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു, തലയുടെ ഭാഗമോ അല്ലെങ്കിൽ കൈയുടെ മുൻകൈയുടെ ഭാഗമോ കണങ്കാലിന്റെ ഭാഗമോ ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ കയറുന്നത്. കാരണം എന്താ? എന്നിട്ട് ഞാൻ മനസ്സിൽ പറയും, അത്രേ ഇന്നമാ ഹുവ സൗജി വ അബീ, ഇതെന്റെ ഭർത്താവുമാണല്ലോ, എന്റെ പിതാവുമാണല്ലോ ഇവിടെ ഉള്ളത്, മറ്റാരും ഇല്ലല്ലോ. ഞാനിവിടെ സിയാറത്തിന് വന്നപ്പോൾ ഇവിടെ ഉള്ളത് ആരൊക്കെയാണ്? ഒന്ന് എന്റെ ഭർത്താവുമാണ്, അത് ലോകത്തിന്റെ ഗുരു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റ് ഒന്നാമത്തെ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല, എന്റെ കയ്യോ എന്റെ തലയുടെ അല്പഭാഗമോ വെളിവാക്കിയാലും പ്രശ്നമില്ല. ആ രീതിക്കായിരുന്നു ഞാൻ സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഫലമ്മാ ദുഫിന ഉമറു, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഫലമ്മാ ദുഫിന ഉമറു,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായിക്കൊണ്ട് അവിടേക്ക് അടക്കാൻ വേണ്ടി എന്നോട് അനുവാദം ചോദിച്ചു. അവിടെ പോയി അടങ്ങിയതിന് ശേഷം മാ ദഖൽതു ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ സിയാബി മാ ദഖൽതു ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ സിയാബി. ഞാൻ പിന്നീട് ആ മഖ്ബറയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭർത്താവുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖാകുന്ന എന്റെ ഉപ്പയുടെ സവിധത്തിലേക്ക് പിന്നീട് ഞാൻ കടന്നിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ മുഴുവനും കിടുകിടാവിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ അടങ്ങിയതിന് ശേഷം അന്യരാണ് എനിക്ക് ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് അവിടേക്ക് കടന്നിട്ടില്ല. ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ സിയാബി. എന്റെ മേൽ എന്റെ വസ്ത്രം മുഴുവനും മൂടിപ്പതച്ചുകൊണ്ടല്ലാതെ, എന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ചിട്ടല്ലാതെ ആ പുണ്യ ശരീരത്തിലേക്ക്, പുണ്യ ശറഫിലാക്കപ്പെട്ട മഹദറത്തിലേക്ക് ഞാൻ സിയാറത്തിനായി പോയിട്ടില്ല എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്തിനു വേണ്ടി? ആയിഷ ബീവി തന്നെ പറയുന്നു, ഹയാഅം മിൻ ഉമറ ഹയാഅം മിൻ ഉമറ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ലജ്ജിച്ചതിനു വേണ്ടി. ഉമർ റളിയല്ലാഹു അൻഹുവാണ്, അദ്ദേഹം എനിക്ക് അന്യനാണ്. ആദ്യം അവിടെ അടങ്ങിയിരുന്നത് എന്റെ ഭർത്താവും എന്റെ റസൂലുമായ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രണ്ടാമത് അവിടെ അടങ്ങിയത് അബൂബക്കർ സിദ്ദീഖാകുന്ന എന്റെ പിതാവാണ്. അവർ രണ്ടുപേരുടെ അടുക്കൽ പോകുമ്പോ ഞാൻ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ, തലയും കൈകാലുകളും ഒക്കെ ചിലപ്പോൾ വെളിവാക്കിക്കൊണ്ടാണ് സിയാറത്ത് ചെയ്തിട്ടുള്ളത്. കാര്യമാത്രം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല വസ്ത്രവിധാനത്തിൽ. എങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ അടങ്ങിയതിനു ശേഷം ഞാൻ എന്റെ ശരീരത്തിലുള്ള സകല അവയവങ്ങളും മുഴുവനും മറച്ചുകൊണ്ട്, മുഴുവനും കരിമ്പടം പുതച്ചുകൊണ്ടാണ് അവിടേക്ക് സിയാറത്തിന് പോയിട്ടുള്ളത് എന്ന് ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ, അവിടുന്നല്ലേ നമുക്ക് മാതൃക, അവിടുത്തെ ജീവിതമല്ലേ നമുക്ക് ദർശനം. അവർ പോയ സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പോകേണ്ടത്. അവർ പോകുന്നതായ ആ സുദിനത്തിലും ആ ദിവസത്തിലും പാരത്രിക ലോകത്തെത്തുമ്പോ വിചാരണയുടെ വേളയിൽ അവരൊക്കെ നല്ല കൊടി പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വലത് കൈ കിതാബ് ഏന്തിക്കൊണ്ട് പോകുമ്പോ വളരെ പേടിച്ചു വിറച്ചുകൊണ്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥ മുസ്ലിം സമൂഹമേ, മണ്ണാറശാലയിലെ സഹോദരിമാരെ, നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതൊരു സഹാബിയത്തായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട വനിതയുടെ ചരിത്രമാണെങ്കിൽ മറ്റൊരു സഹാബിയത്തിന്റെ ചരിത്രം പറയുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ആയിഷ ബിവിയുടെ ചരിത്രമാണ് ഇപ്പോൾ കേട്ടതെങ്കിൽ ഒരു സഹാബിയത്തായ സ്ത്രീയുടെ ചരിത്രം പറയുന്നു. എന്താണത്? ജാഅതി ഇംറഅത്തുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഒരു സഹോദരി, ഒരു സ്ത്രീ കടന്നു വരികയാണ്. യുഖാലു ലഹാ ഉമ്മു ഖല്ലാദ്. അവരുടെ പേരാണത്രേ ഉമ്മു ഖല്ലാദ്. ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്ന സ്ത്രീ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഓടി വരികയാണ്. എന്തിനാണ് അവർ വരുന്നത്? അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം, അവർ ചോദിക്കുന്നത് ഒന്നു മാത്രം, അവരുടെ അതരങ്ങളിൽ നിന്നും ഒഴുകുന്ന ഒരേ ഒരു മന്ത്രം മാത്രമാണ്. എന്താണത്? സുഇല അൻ ഇബ്നിഹാ. അവരുടെ മകനെ അന്വേഷിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. യുദ്ധത്തിന് പോയ തന്റെ മകനെ കാണാനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോയതാണ് തന്റെ മകൻ. എവിടെയാണെന്നറിയില്ല, എന്ത് പറ്റി എന്നറിയില്ല. അവനെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഉമ്മ ഓടുകയാണ്. ഉമ്മു ഖല്ലാദ് എന്ന ബീവി ഓടുകയാണ്. ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്ന സഹോദരി രണഭൂമിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ സഹാബത്ത് വിളിച്ചു പറഞ്ഞു, വഹുവ മഖ്തൂലും വഹുവ മഖ്തൂൽ. നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ മകൻ രണാങ്കണത്തിൽ ശത്രുപക്ഷത്തിന്റെ വെട്ടേറ്റുകൊണ്ട് അവൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഷഹീദിന്റെ പടവാൾ ഏന്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അവന്റെ മാർഗദർശനമായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വർഗമുണ്ട്, അവൻ സ്വർഗം പുൽകാൻ പോയിട്ടുണ്ട്. വഹുവ മഖ്തൂൽ വഹുവ മഖ്തൂൽ യാ ഉമ്മ ഖല്ലാദ്.
ഉമ്മു ഖല്ലാദേ, അവിടുത്തെ പിഞ്ചോമന മകൻ, വളരെ പ്രായപൂർത്തി പോലും എത്താത്ത പിഞ്ചോമന മകൻ, ഒരുപാട് നാൾ കാത്തിരുന്ന തന്റെ മകനെ അല്ലാഹുവിന്റെ റസൂലിന്റെ യുദ്ധത്തിന് അയച്ചതാണ്. അത് ശത്രുപക്ഷത്തിൽ നിന്ന് വെട്ടേറ്റുകൊണ്ട് രണഭൂമിയിൽ പതിഞ്ഞു മരിക്കുന്നതാണ്. ഷഹീദിന്റെ കൂലി കരഗതമാക്കിയിട്ടുണ്ട്. വഹുവ മഖ്തൂൽ വഹുവ മഖ്തൂൽ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഉമ്മു ഖല്ലാദ് എന്ന ഉമ്മയോട് പറഞ്ഞപ്പോ ആ ഉമ്മയോട് അവർ മുഴുവനും ആശ്ചര്യത്തോടുകൂടി സഹാബത്ത് മുഴുവനും അവരെ മുഴുവനും വീശിച്ചു. ആ ഉമ്മയെ എല്ലാവരും കൂടി വീശിക്കുകയാണ്. എന്തേ പ്രത്യേകമായി വീശിക്കാനുള്ള കാരണം? ആ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിനെയാണ് അന്വേഷിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഓടിയെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലും ആശ്ചര്യപ്പെട്ടു പോയി. ആ സ്വഹാബിയത്തിന്റെ വസ്ത്രവിധാനത്തിൽ ആശ്ചര്യപ്പെട്ടു പോയി. എന്തേ കാരണം? സ്വന്തം മകനെ അന്വേഷിച്ചുകൊണ്ട്, അതും യുദ്ധത്തിന് പോയ സ്വന്തം മകനെ അന്വേഷിച്ചുകൊണ്ട് ഓടി വരുന്ന ആ ഉമ്മ കരിമ്പടം പുതച്ചുകൊണ്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ചു പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് വസ്ത്രവിധാനത്തിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ടാണ് ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഓടി വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഓടി വരുന്നതിനിടയിൽ പലരും ആ സഹാബിയത്തിനോട് പറഞ്ഞു, അത്രേ നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ആ സഹാബിയുടെ തലയിലെ മക്കനെ വലിച്ചെറിഞ്ഞില്ല, മാറത്തടിച്ചു കരഞ്ഞില്ല, മാറ് വലിച്ചു കീറിയില്ല, അവരുടെ ശരീരത്തിൽ കടന്ന വസ്ത്രങ്ങൾ മാറ്റിയെറിഞ്ഞില്ല. അവർ ഓടി വരികയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക്. ഓടി വന്നുകൊണ്ട് പ്രവാചകരുടെ സവിധത്തിലെത്തുമ്പോ സഹാബത്ത് മുഴുവനും ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, അത്രേ എങ്ങനെയാണ് ഉമ്മ, നിങ്ങൾക്ക് എങ്ങനെയാ സാധിച്ചത് ഈ രീതിയിൽ വസ്ത്രം ധരിക്കാൻ? ഇത്രത്തോളം പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ, ഇത്രത്തോളം പ്രകാശമുള്ള ഘട്ടത്തിൽ, ഇത്രത്തോളം പ്രശ്നമുള്ള പ്രകീർത്തനമുള്ള സങ്കീർണമായ ഘട്ടത്തിൽ നിങ്ങളുടെ മകൻ മരിച്ചിട്ടുണ്ടെന്ന് പോലും പലരും നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ട് പോലും ഈ രീതിയിൽ വസ്ത്രം ധരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്ത്രം എന്താണ്? നിങ്ങൾ ഈ രീതിയിൽ വസ്ത്രം ധരിക്കാൻ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വരാനും കഴിഞ്ഞത് എന്ന് ഉമ്മു ഖല്ലാദ് എന്ന ബീവിയോട് ചോദിക്കുമ്പോ അവർ പറഞ്ഞൊരു മറുപടി, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിയേണ്ടതാണ്, ഇദ്ദഹബ വലദീ ഇദ്ദഹബ വലദീ ഫലം യദ്ഹബ് ഹയാഇ ഫലം യദ്ഹബ് ഹയാഇ. ഒരുപക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് വിട്ട എന്റെ മോൻ, എന്റെ പുന്നാരമോൻ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം റബ്ബെനിക്ക് സമ്മാനിച്ച എന്റെ പിന്നോമന മോൻ ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇദ്ദഹബ വലദീ, എന്റെ മകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും ഫലം യദ്ഹബ് ഹയാഇ, എന്റെ ലജ്ജ എന്ന് പറയുന്നത് പോയിട്ടേ ഇല്ല. ഞാൻ ലജ്ജിക്കുന്നു. ഞാൻ ഓടി വരുന്നത് ആരുടെ സവിധത്തിലേക്കാണ്? ഈ ലോകത്തിന്റെ മുഴുവനും നേതാവായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്കാണ്, അവിടുത്തെ അനുയായി വൃന്ദത്തിന്റെ ചാരത്തേക്കാണ്. അതുകൊണ്ട് എന്റെ ശരീരം മുഴുവനും മറയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ താല്പര്യപ്പെടുന്നു. എന്തേ? എനിക്ക് ലജ്ജയുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ചില്ലെങ്കിൽ വല്ലാതെ ലജ്ജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഉമ്മു ഖല്ലാദിനെ കണ്ടുപഠിക്കൂ സഹോദരിമാരെ. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ അവർക്ക് കൊടുത്ത ഓഫർ എന്താണെന്നറിയണോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, അത്രേ ഇബ്നുകി അജ്റു ഷഹീദൈൻ, ഇബ്നുകി അജ്റു ഷഹീദൈൻ. ഓ ഉമ്മു ഖല്ലാദേ, നിങ്ങൾ കാരണമായി, നിങ്ങളുടെ ഈ പൂർണ്ണ സൂക്ഷ്മത കാരണമായി, വസ്ത്രവിധാനത്തിലുള്ള ഈ സൂക്ഷ്മതമായി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഓഫർ എന്താണെന്നറിയുമോ? നിങ്ങളുടെ മകന് കൊടുക്കുന്ന കൂലി എന്താണെന്നറിയണ്ടയോ? ഇബ്നുകി അജ്റു ഷഹീദൈൻ, 2 ഷഹീദിന്റെ കൂലി നിന്റെ മകന് ഞാനിതാ രേഖപ്പെടുത്താൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹു നിന്റെ മകന് നൽകിയിരിക്കുന്നത് 2 ഷഹീദിന്റെ കൂലിയാണ്. നിന്റെ വസ്ത്രവിധാനത്തിന്റെ ശ്രദ്ധ കാരണം, വസ്ത്രവിധാനത്തിന്റെ ശ്രദ്ധ കാരണം, ഒരു ഉമ്മയുടെ വസ്ത്രവിധാനത്തിന്റെ ശ്രദ്ധ കാരണം മകന് കിട്ടിയ പ്രതിഫലം.
നമ്മുടെയൊക്കെ ഉമ്മമാരുടെ വസ്ത്രവിധാരണവും സഹോദരിമാരുടെ വസ്ത്രവിധാരണവും ശരിയായിരുന്നെങ്കിൽ എത്ര കൂലി നമുക്ക് കിട്ടിയാൽ. ശ്രദ്ധിക്കണം നിങ്ങൾ. ഉമ്മു ഖല്ലാദി എന്ന് പറയുന്ന സ്ത്രീയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മകൻ മരിച്ചെന്ന വാർത്ത അറിഞ്ഞിട്ട് പോലും പാരത്രിക ലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉമ്മ ഇവിടെ ലജ്ജയുടെ പാവുകൾ മുഴുവനും തുറന്നിട്ടുകൊണ്ട് മുഴുവനും അടച്ചു വെച്ചുകൊണ്ട് ശരീരത്തിന്റെ അംഗലാവണ്യം മറ്റുള്ളവർ കാണരുത് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മുഴുവനും കരിമ്പടം കൊണ്ട് മൂടിപ്പിറച്ച ഉമ്മ, നിങ്ങളുടെ മകനെ അല്ലാഹു നൽകുന്ന കൂലി 2 ഷഹീദിന്റെ കൂലിയാണ്, 2 ഷഹീദിന്റെ കൂലിയാണ്. പെണ്ണായാൽ നാണമില്ല, അല്ലെങ്കിൽ നാണം വേണം എന്നൊക്കെ പറയുന്നത് പാട്ടിൽ മാത്രമായി മാറി. സ്ത്രീകൾക്ക് യാതൊരു നാണവുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ-ഈമാനു വൽ ഹയാഉ ഖുരിനാ ജമീഅ. ഈമാൻ വിശ്വാസവും ലജ്ജയും രണ്ടും പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം ഒത്തൊരുമയുള്ള വസ്തുക്കളാണ്, രണ്ടും പരസ്പരം പൂരകങ്ങളാണ്. അഥവാ ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖറു, ഫൈദാ റുഫിയ അഹദുഹുമാ, അതിലേതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ റുഫിയൽ ആഖറു, മറ്റതും കൂടി ഉയരും. അഥവാ ലജ്ജയില്ലാത്ത സ്ത്രീയാണെങ്കിൽ അവളുടെ ഈമാനും കൂടിപ്പോയിക്കും. ലജ്ജയില്ല എങ്കിൽ രണ്ടും പരസ്പര പൂരകങ്ങളാണ്, ലജ്ജയും വിശ്വാസവും. ലജ്ജയില്ല എങ്കിൽ അവളുടെ ഈമാൻ കൂടി ഊരിപ്പോകും. ഈമാൻ പോയി കഴിഞ്ഞാലോ അവളുടെ ജീവിതം ആകെ പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, അഥവാ നരകത്തിലായി തീരും. വിശ്വാസം പോയല്ലേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം സ്ത്രീകളായ സഹോദരിമാർ, നിങ്ങൾ ലജ്ജയുടെ വിഷയത്തിലാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത്രേ അലാ ഉരിയന്നക മിൻ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീയെ നിനക്ക് കാണിച്ചു തരട്ടെയോ? ഒരു സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? ആര് ചോദിക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, അതാ ഇബ്നു റബാഹി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സഹാബിയോട്. അപ്പോൾ വളരെ ആശ്ചര്യത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി അതാ ഇബ്നു റബാഹ് പറഞ്ഞു, അത്രേ ഖുൽതു നഅം, ബലാ, എനിക്കൊന്ന് കാണിച്ചു തരണം, ഒന്ന് കാണിച്ചു തരണം. സ്വർഗത്തിലേക്ക് പോകുന്ന മങ്കയാരെന്ന്, സ്വർഗത്തിലേക്ക് പോകുന്ന ആ സ്ത്രീ ആരെന്ന് എനിക്കൊന്ന് കാട്ടിത്തരണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രേ ഹാദിഹിൽ മർഅതു സൗദാ, ഇബ്നു റബാഹേ, നീ ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും 5 വഖത്ത് നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ നോമ്പ് പിടിക്കുന്ന, അല്ലെങ്കിൽ സകാത്ത് കൊടുക്കുന്ന, ദാനധർമ്മം നടത്തുന്ന, പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്തിട്ടുള്ള ഏതോ സ്ത്രീയെ ചൂണ്ടിക്കൊണ്ടാണ് ഞാൻ പറയുക എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ അതല്ല. ഹാദിഹിൽ മർഅതു സൗദാ, ഈ കറുത്ത വിരൂപിയായ സ്ത്രീയിലേക്ക് നോക്കൂ, ഇവളാണ് ഞാൻ പറഞ്ഞ സ്വർഗത്തിലേക്ക് കടക്കുന്ന സ്ത്രീ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ വല്ലാത്ത ആശ്ചര്യത്തോടു കൂടി അതാ ഇബ്നു റബാഹ് ചോദിച്ചു, അത്രേ അതെങ്ങനെയാ? ഈ കറുത്ത സ്ത്രീയോ, വിരൂപിയായ കറുത്തിരുണ്ട ഈ സ്ത്രീയോ, ഇവളാണോ സ്വർഗത്തിലേക്ക് കിടക്കുക? ഉടനെ തന്നെ അതാ ഇബ്നു റബാഹിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി, ഈ സ്ത്രീ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലിരിക്കുമ്പോ ഈ സ്ത്രീ പ്രവാചകരുടെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നി അതസറഉ വ അതകശഫു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതസറഉ, എനിക്ക് ശരീരത്തിൽ അപസ്മാരം ഇടയ്ക്കിടെ വരാറുണ്ട് ഹബീബേ, വതകശഫു, അപസ്മാരം വരുമ്പോൾ ഞാൻ കുഴഞ്ഞ് താഴേക്ക് വീഴും. എന്റെ ശരീരത്തിന്റെ വസ്ത്രം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു കടക്കുമ്പോ വസ്ത്രം വിവസ്ത്രയാകാറുണ്ട്, പലതും തെന്നി മാറാറുണ്ട് ഹബീബേ. പല ശരീരത്തിന്റെ ഭാഗങ്ങളും ഞാൻ മറയ്ക്കാനും ശ്രമിച്ചാലും എന്നെ അസുഖത്തിന്റെ കാരണമായി
കറുത്തതായിട്ട് വെളിവാകാറുണ്ട് ഹബീബേ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഈ കറുത്ത വിരൂപി വന്നുകൊണ്ട് പരാതി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് അവർ അപേക്ഷിച്ചു കേട്ടോ, എനിക്ക് വേണ്ടി അവിടുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി അവിടുന്ന് ഒന്ന് ദുആ ചെയ്യണം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയത്തിനോട് പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു അത്രേ, ഇൻശിഅതി സബർതി ഇൻശിഅതി സബർതി ഫലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും കേട്ടോ. ഇൻശിഅതി സബർതി ഫലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ അപസ്മാരം വരുമ്പോ നീ അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൂലി കിട്ടും. ഞാൻ അതിനു വേണ്ടി, അതിന്റെ ശമനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നീ ക്ഷമിക്കലാണ് എന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ സ്ത്രീയുടനെ തന്നെ പറഞ്ഞ ഒരു മറുപടി, ഒരു പ്രത്യുത്തരം അല്ലാഹുവിന്റെ റസൂലിനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഉദ്ഉല്ലാഹ ലീ അല്ലാ അതകശഫ, എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറിപ്പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. എനിക്ക് അപസ്മാര രോഗിയായി കഴിയുന്നതിലല്ല, എന്റെ ശരീരത്തിലേക്ക് അപസ്മാരത്തിന്റെ രോഗം വരുമ്പോ ഞാൻ മറിഞ്ഞ് നിലത്ത് വീണിട്ട് എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെളിവാകുന്നുണ്ട്, മറ്റുള്ളവർ കാണുന്നുണ്ട്, എന്റെ വസ്ത്രം തെന്നി മാറുന്നുണ്ട് ഹബീബേ. അതുകൊണ്ട് ആ വസ്ത്രം തെന്നി മാറാതിരിക്കാൻ അതിനു വേണ്ടി മാത്രമാണ് അവിടുന്ന് ദുആ ചെയ്യാൻ പറഞ്ഞത്. അല്ലാതെ എന്റെ അസുഖത്തിന് വേണ്ടി, ശമനത്തിന് വേണ്ടിയല്ല. എന്റെ അസുഖത്തിന് ഞാൻ ശമിച്ചുകൊള്ളാം, പാരത്രിക ലോകത്തെ മുഴുവനും പ്രതിഫലങ്ങളും ഞാൻ കരഗതമാക്കാൻ ലക്ഷ്യമിടുന്നു. അവിടുന്ന് എനിക്ക് വാഗ്ദാനം നൽകിയ സ്വർഗം പുൽകാൻ എനിക്ക് ലക്ഷ്യമുണ്ട് ഹബീബേ. പക്ഷേ അവിടുന്ന് എനിക്ക് പ്രത്യേകമായി ദുആ ചെയ്യേണ്ടത് ഉദുല്ലാഹ ലീ അല്ലാ അതകശഫ, എന്റെ വസ്ത്രം തെന്നി മാറാതിരിക്കാൻ അവിടുന്ന് എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആ സ്ത്രീ പ്രവാചകരോട് പറഞ്ഞപ്പോ ഫദഅഹു റസൂലുള്ളാഹ്, ആ സ്ത്രീക്ക് വേണ്ടി ദുആ ചെയ്തു അല്ലാഹുവിന്റെ റസൂൽ. എന്തിനു വേണ്ടി? ആ സ്ത്രീയുടെ വസ്ത്രം തെന്നി മാറാതിരിക്കാൻ വേണ്ടി. ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ സഹോദരിക്ക് അപസ്മാരം വരുന്നതല്ല ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ വിഷമം, ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ വിരഹം, മറിച്ച് ഏറ്റവും വലിയ വിഷമവും പ്രയാസവും സങ്കീർണവുമായ വിഷവും ആ സ്ത്രീക്ക് അപസ്മാരം വരുമ്പോൾ വസ്ത്രം ഉരിയലാണ്. അതുകൊണ്ട് അതിനു വേണ്ടി ദുആ ചെയ്യണം, അതിനു വേണ്ടി അവിടുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അതിനു വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സഹോദരിമാർ ഈ പറഞ്ഞ മഹത്തുക്കളായ മഹിതമായ ദർശനവുമായി വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായ മഹത്തുക്കളുടേതായ ചരിത്രങ്ങൾ നമ്മൾ അയവിറക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കരുതേണ്ടതും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതും നല്ല ഒരു ജീവിതത്തിന് വേണ്ടിയാണ്, നല്ല ഒരു തുടക്കത്തിന് വേണ്ടിയാണ്. ഇനിയുള്ള ജീവിതം, ഇനിയുള്ള ശിഷ്ടകാല ജീവിതമെങ്കിലും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, വസ്ത്രവിധാനത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പുരുഷന്റെ വസ്ത്രവിധാനത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്, വളരെ വൈഡായിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അവന്റെ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന ടൈറ്റ് ജീൻസ് പോലെയുള്ള വസ്ത്രം, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന രീതിയിൽ ബനിയൻ ധരിച്ചിരിക്കുന്നു, അവന്റെ പാൻസ് വളരെ ഇറക്കി ധരിച്ചിരിക്കുന്നു, റുക്കൂ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും പിൻഭാഗം വളരെ വ്യക്തമായി വെളിവാകുന്ന രീതി. എത്രയോ സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും നമുക്ക് വ്യക്തമാണ്. ഭാഗം വളരെ വ്യക്തമായി വെളിവാകുന്നു, അവന്റെ നഗ്നത മറയ്ക്കുന്നില്ല. പുരുഷന്റെ ശരീരത്തിന്റെ ഔറത്ത് മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള ഭാഗമാണ്, അഥവാ മുട്ടുപുക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കൽ നിർബന്ധമാണ്. 3/4 ഇടുമ്പോഴും നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തൊടയുടെ ഭാഗം വെളിവാകുന്നുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പോൾ 3/4 അടിഭാഗം സത്യത്തിൽ ഒന്ന് തുന്നി പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്പം ചേർത്ത്.
കുട്ടികൾ പലരും നിസ്കരിക്കാൻ അതിട്ടുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഷർട്ട് ധരിക്കുമ്പോൾ തന്നെ റുക്വയിലും സുജൂദിലും ചെയ്യുമ്പോൾ പിൽഭാഗം വെളിവാകാൻ പാടില്ല. അങ്ങനെ വെളിവായാൽ നമ്മൾ ഔറത്ത് വെളിവായി. മുട്ടുപൊക്കലിനിടയിൽ പെട്ട ഭാഗമാണല്ലോ ഈ അരയുടെ ഊരക്കെട്ടിന്റെ ഭാഗം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുരുഷന്മാർ. കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൽ മാതാപിതാക്കളുടെ മേൽ ബാധ്യതയാണ്. ഉസ്താദുമാര് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല. വീട്ടിലെത്തുമ്പോൾ അവരുടെ നിസ്കാര രീതിയും മുഴുവനും ശ്രദ്ധിക്കാൻ, ബദ്ധശ്രദ്ധ പതിക്കാൻ ഓരോ സഹോദര സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും വളരെ ശ്രദ്ധ ചെലുത്തേണ്ട വിഷയമാണ് വസ്ത്രവിധാനം. പിന്നൊന്ന് പുരുഷന്മാരുടെ നെരിയാണിക്ക് താഴെ പോകുന്ന വിഷയം വളരെ ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. മുണ്ടെടുക്കുമ്പോഴും പാന്റ് ധരിക്കുമ്പോഴും അവളുടെ നെരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം പാടില്ല ഒരിക്കലും. അത് വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചതല്ല, വളരെ വ്യക്തമായ നിലയിൽ എതിർത്തതാണ്. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ബൈനമാ റജുലുൻ യുസല്ലി മുസ്ബിലുൻ ഇസാറഹു ബൈനമാ റജുലുൻ യുസല്ലി മുസ്ബിലുൻ ഇസാറഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. അദ്ദേഹം മുണ്ട് വലിച്ചഴച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. മുണ്ട് വലിച്ചഴച്ചുകൊണ്ട് വന്ന് നിസ്കരിക്കുന്ന വ്യക്തിയെ കണ്ട പ്രവാചകൻ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞുവത്രേ, അലലഹു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല, ഇദ്ഹബ് ഫതവല്ല, നീ പോകുക, വീണ്ടും വുളു എടുക്കുക. ഫദഹബ ഫതവല്ല, അദ്ദേഹം പോയി വുളു എടുത്തു. എന്നിട്ടോ സുമ്മ ജാ, അദ്ദേഹം വീണ്ടും വന്നു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. വീണ്ടും സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് പ്രവാചകൻ സലാം വീട്ടി കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല, നീ വീണ്ടും പോകുക, വുളു എടുക്കുക, നിസ്കരിക്കുക, നിന്റെ നിസ്കാരം ശരിയായില്ല. കാര്യം എന്താണെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. അദ്ദേഹം വീണ്ടും പോയി വുളു എടുത്തു, വീണ്ടും നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല, നീ പോകണം, വീണ്ടും വുളു എടുക്കണം, വീണ്ടും നിസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രവൃത്തി 2-3 പ്രാവശ്യം വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാലക അമർതഹു അൻ യതവല്ലഅ ثم സകത അൻഹു. എന്ത് പറ്റി പ്രവാചകരെ? അദ്ദേഹത്തിന്റെ നിസ്കാരം ശരിയല്ലയോ? അദ്ദേഹത്തിന്റെ വുളു ശരിയല്ലയോ? എന്താ പ്രശ്നം? അദ്ദേഹത്തോട് വുളു എടുക്കാൻ പറയുന്നു, വീണ്ടും നിസ്കരിച്ചു കഴിഞ്ഞു വരുമ്പോ വീണ്ടും വുളു എടുക്കാൻ പറയുന്നു, നിസ്കാരം ശരിയായില്ല എന്ന് പറയുന്നു. എന്താണ് കാരണമെന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിന് പ്രത്യുത്തരം നൽകി, ഖാല ഇന്നഹു കാന യുസല്ലി വഹുവ മുസ്ബിലുൻ ഇസാറഹു. അദ്ദേഹം നിസ്കരിക്കുമ്പോ അദ്ദേഹത്തിന്റെ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴച്ചുകൊണ്ടാണ് അദ്ദേഹം നിസ്കരിച്ചിട്ടുള്ളത്. വഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത റജുലിൻ മുസ്ബിലിൻ. വസ്ത്രം നെരിയാണിക്ക് താഴെ ഉടുക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഈ ഹദീസ് അവസാനിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇപ്രകാരമല്ല. അഥവാ വസ്ത്രം നെരിയാണിക്ക് താഴെ ഉടുത്തുകൊണ്ട് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം ശരിയാവുമല്ല എന്നല്ല ഈ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? വസ്ത്രം നെരിയാണിക്ക് താഴെ ഉടുത്തുകൊണ്ട് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം ശരിയാവുമല്ല അല്ല, മറിച്ച് അങ്ങനെ ഉടുക്കുന്നവന്റെ നിസ്കാരം ശരിയാവൂല. അതെങ്ങനെയാ? ഈ ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത റജുലിൻ മുസ്ബിലിൻ ഇസാറഹുവായ മുണ്ട് നിലത്തുകൂടി വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി, അവന്റെ നിസ്കാരം, അവൻ നിസ്കരിക്കുമ്പോൾ കയറ്റി കൊടുത്തെങ്കിലും ശരി, അവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, സ്വീകാര്യമല്ല. കാരണം ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത റജുലിൻ വഹുവ മുസ്ബിലുൻ ഇസാറഹു എന്നല്ല പറഞ്ഞത്. അവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കെ അവന്റെ മുണ്ട് ഇഴച്ചുകൊണ്ടിരിക്കലാണ് അവൻ നിസ്കരിക്കുന്നത് എന്നല്ല പറഞ്ഞത്. മറിച്ച് അവന്റെ നിസ്കരിക്കുന്ന സമയത്ത് അതിനു മുമ്പുള്ള ടൈമിലെല്ലാം തന്നെ അവൻ വലിച്ചിഴച്ചവനാണെങ്കിലും ഏത് രീതിയിൽ നിസ്കരിച്ചവനാണെങ്കിലും വലിച്ചിഴച്ച് നിസ്കരിച്ചവനാണെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല.
അതല്ലേ പ്രവാചകൻ പറഞ്ഞത്, വമാ കാന അസ്ഫല മിനൽ കഅബൈൻ ഫഫിന്നാർ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവൻ അവൻ നരകത്തിലാണ്. ഒരു ഹദീസിൽ അവന്റെ കണങ്കാല് നരകത്തിലാണ്, മറ്റൊരു ഹദീസിൽ അവൻ തന്നെ നരകത്തിലാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നവൻ അവൻ പൂർണ്ണമായും നരകത്തിലാണ്. നരകമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചെറുതായി കാണണ്ട. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചുവത്രേ, പ്രവാചകരെ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് അനുയായികൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കേൾക്കാനുള്ള ത്രാണി നിങ്ങൾക്കില്ല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബാ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, ഏറ്റവും ലഘുവായ ശിക്ഷ, മല്ലഉ നഅലാനി വശറാഖാൻ. മല്ലഹു നഅലാനി വശറാഖാൻ. മല്ലഹു നഅലാനി വശറാഖാൻ. ഒരു ജോഡി ചെരുപ്പ്, രണ്ട് വള്ളിയുള്ള പാരഗന്റെ ചെരുപ്പ് പോലെയുള്ള ചെരുപ്പ്, അത് ധരിപ്പിക്കലാണ്. തീനാലുള്ള ചെരിപ്പാണത്രേ. മല്ലഹു നഅലാനി വശറാഖാൻ മിൻ നാരിൻ. തീനാലുള്ള രണ്ട് ചെരുപ്പുകൾ അവന് ധരിപ്പിക്കുമത്രേ. എന്നിട്ടോ ആ തീനാലുള്ള കത്തിജ്വലിക്കുന്ന ചെരുപ്പവൻ ധരിച്ചു കഴിഞ്ഞാലോ, യഗ്ലീ മിൻഹുമാ ദിമാഗുഹു. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബാ. ഏറ്റവും ചെറിയ ലഘുവായ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, ഒരു ചെരുപ്പ് നൽകുകയാണ്. തീനാലുള്ള ചെരുപ്പാണത്. രണ്ട് വള്ളിയുണ്ട് അതിന്. അത് കാലിലേക്ക് ഇട്ടാലോ, യഗ്ലീ മിൻഹുമാ ദിമാഗുഹു. അവന്റെ തലച്ചോറ് പൊട്ടിപ്പിളരുന്നതാണ്, തലച്ചോറ് വെന്തുമറിയുന്നതാണ്. കമാ യഗ്ലിൽ മിർജലു. എർവറച്ചട്ടിയിൽ എണ്ണ തിളച്ചു മറിയുന്നത് പോലെ, കറിച്ചട്ടിയിൽ എണ്ണ തിളച്ചു മറിയുന്നത് പോലെ, കടുകിടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ തലച്ചോറ് പൊട്ടിപ്പിളരുന്നതാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പ് നൽകും, തീനാലുള്ള ചെരുപ്പ്. അത് ധരിച്ചാലോ തലച്ചോറ് പൊട്ടിപ്പിളരുമത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതായിരിക്കും ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു കണങ്കാല് നരകത്തിലാണ് എന്ന് പറഞ്ഞ, അഥവാ മുണ്ടും നിലത്തൂടി വലിച്ചടച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് അല്ലാഹു തആല നൽകുന്നത് ഈ രണ്ട് ചെരുപ്പായിരിക്കും. ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണല്ലോ ഇത്. വസ്ത്രം നിര്യാണിക്ക് താഴെ ഉടുക്കുന്നവന്റെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളട്ടെ. നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, നിന്റെ ജീവിതത്തിലുടനീളം നീ വളരെ വ്യക്തമായ നിലയിൽ പഠിക്കേണ്ട പാഠമുണ്ട്, ഉത്ബുദ്ധനാകേണ്ടതുണ്ട്. നീ മുണ്ട് നിര്യാണിക്ക് താഴെ ഉയർത്തേണ്ടതുണ്ട്. നിന്റെ പാൻസ് ആണെങ്കിലും അത് ചെറുപ്പക്കാരായ കുട്ടികൾ അത് കാലിന്റെ അടിയിലേക്ക് ചവിട്ടി വെച്ചിട്ട് അത് നജസായ മാലിന്യങ്ങളിലൂടെ മുഴുവനും അവർ വലിച്ചടച്ചുകൊണ്ട് നടന്ന അവസാനം പള്ളിയുടെ മുസല്ലയിൽ വരെ എത്തിക്കുന്നു. നിസ്കാരത്തിന്റെ ഷർത്തിൽ നിബന്ധനയിൽപ്പെട്ടതാണ് നിസ്കരിക്കുന്ന സ്ഥലവും ശരീരവും വസ്ത്രവും മുഴുവനും ശുദ്ധിയായിരിക്കുക എന്നുള്ളത്. ഈ രീതിയിൽ നിസ്കരിക്കുന്ന സഹോദരൻ, അല്ലെങ്കിൽ ഈ രീതിയിൽ നിസ്കരിക്കുന്ന നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, നമ്മളുടെ മക്കൾ, അവരുടെ നിസ്കാരം ഒരിക്കലും അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം നിസ്കാരത്തിന്റെ നിബന്ധന ഷർത്ത് വന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, കാര്യമായിട്ട് നിസ്കരിക്കുക, നമ്മുടെ മക്കളെയൊക്കെ പള്ളിയിലോട്ട് വിടുന്നുണ്ട്. പക്ഷേ ആ മക്കളുടെ പാൻസിന്റെ അടിഭാഗം അത് ചുരുട്ടി വെച്ചിരിക്കുന്നൊന്ന് മടക്കി നിവർത്തി നോക്കിയാൽ എത്ര മണ്ണ് കാണും, എത്ര പറമ്പിൽ നിന്നുള്ള മണ്ണും ചേറും. ആ പൊടിയും ആ മാലിന്യവുമായിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാകുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ.
പാരത്രിക ലോകത്തെത്തുമ്പോ, വിചാരണയുടെ നേളയിലെത്തുമ്പോ അല്ലാഹു തആല 3 കൂട്ടരോട് ഒരിക്കലും സംസാരിക്കുകയില്ലത്രേ. വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അവരിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഒരിക്കലും ആ നരകത്തിൽ ശാശ്വതമായി തന്നെ അദാബ് തന്നെയായിരിക്കും, ശിക്ഷ തന്നെയായിരിക്കും. ഒരിക്കലും അതിൽ നിന്നവരെ വിട്ടുവീഴ്ചയുണ്ടാവുകയില്ല. വലഹും അദാബുൻ അലീം. അവർക്ക് വേദനാജനകമായ കഠിനമായ ശിക്ഷ അവർക്ക് നരകത്തിലുണ്ടാകും. 3 കൂട്ടർ ആരാണത്? ഒന്നാമതായി എണ്ണിയത് അൽ മുസ്ബിൽ, വസ്ത്രം നെരിയാണിക്ക് താഴെ ധരിച്ചു നടക്കുന്നവനാണ്. അല്ലാഹു തആല അവനെ നോക്കുകയില്ലെന്ന് മാത്രമല്ല, കാരുണ്യത്തോടെ അവനെ ദർശിക്കുകയില്ലെന്ന് മാത്രമല്ല, അവന് വേദനാജനകമായ ശിക്ഷയുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് അൽ മന്നാൻ. ഒരു ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ, പള്ളിക്ക് വേണ്ടിയാകട്ടെ, ഉസ്താദിന് കൊടുത്തതാകട്ടെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പാവപ്പെട്ടവന് കൊടുത്തതാകട്ടെ, അത് എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, അവനെയും അല്ലാഹു തആല നോക്കുന്നില്ല. മൂന്നാമത്തേത് വൽ മുനഫിഖു യുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. കള്ളസത്യം പറഞ്ഞിട്ട് അവന്റെ വസ്തുക്കളെ മുഴുവൻ ചെലവഴിക്കുന്നതായ കച്ചവടക്കാരൻ. കച്ചവടം ചെയ്യുന്നു, അവൻ കച്ചവടം ചെയ്യുന്നത് ഏത് നിലയ്ക്കാണ്? അവന്റെ കച്ചവടം അവൻ കളവ് പറഞ്ഞിട്ടാണ്, ഇത് നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ടവരെ പറ്റിക്കുന്നവൻ. അവനും അല്ലാഹുവിന്റെ നോട്ടം കിട്ടുകയില്ല, അവന്റെ കരുണയുടെ നോട്ടം കിട്ടുകയില്ല എന്ന് പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാവരും ഒന്ന് എണീക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഈ സദസ്സിലേക്ക് നൽകിയ മുഴുവൻ പേരും ബക്കറ്റിൽ നിക്ഷേപിച്ച ഓരോ രൂപയും അല്ലാഹുവേ നീ മഖബൂലാക്കണം അല്ലാ, നീ സ്വീകരിക്കുന്ന അമലാക്കണം അല്ലാ. പാരത്രിക ലോകത്തവർക്ക് നിന്റെ ഉന്നതി നീ നൽകണം അല്ലാ, അവർക്ക് സ്വർഗം പകരം നൽകി നീ അവരെ നീ അനുഗ്രഹിക്കണം അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് നൽകണം അല്ലാ. പുന്നാര ഹബീബിന്റെ തൃക്കല്യാണത്തിൽ അവരെയും ഞങ്ങളെയും നീ പങ്കുകൊള്ളിക്കണം അല്ലാ. ആ ഹബീബിന്റെ ഹൗലുൽ കൗസർ പാനം ചെയ്യാൻ ഞങ്ങൾക്കേവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാ. നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും മരണം വരിക്കാൻ ഞങ്ങൾക്കേവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാ. മരണം വരിക്കുന്ന നേരം നിന്റെ ഹബീബിന്റെ പൂമുഖം ദർശിച്ചുകൊണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട്, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ ലിനാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.